ആട് ഫ്രാഞ്ചൈസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ ഇതിനകത്തൊരു എപ്പിക് കൺക്ലൂഷൻ കൊടുത്ത് എല്ലാ ക്യാരക്ടേഴ്സിനും നല്ല ബ്യൂട്ടിഫുൾ ഫെയറുകളൊക്കെ കൊടുത്ത് നമ്മളൊരു ബിലൗഡ് ഫ്രാഞ്ചൈസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യും. കേൾക്കുമ്പോൾ വിഷമമുണ്ട്, പറയുമ്പോൾ വിഷമമുണ്ട്. പറയുമ്പോൾ ഓഫ് കോഴ്സ് ആട് ഇസ് ബാക്ക് 8 വർഷത്തിന് ശേഷം. യെസ്, എന്താണോ നിങ്ങൾ എവിടെയാണോ ആട് 2 നിർത്തിയത് അവിടെ തന്നെ നമ്മുടെ പ്രസന്റ് ടൈം ലൈൻ തുടങ്ങുക. അപ്പം ആട് 1ഉം 2ഉം സ്ലാപ്സ്റ്റിക് സിനിമകളാണ് നിങ്ങൾക്കറിയാം. ആട് 1ഉം 2ഉം അല്ല, ആട് 3. നമ്മൾ ആ സ്വഭാവം നിലനിർത്തിക്കൊണ്ട് ആടിലെ കഥാപാത്രങ്ങളുടെ കൂടെ വേറൊരു കൂട്ടം കഥാപാത്രങ്ങളും കൂടെ വരികയാണ്. പക്ഷെ അവര് തന്നെയാണ്. ഡൂടൊക്കെ സ്വിച്ച് ഇട്ട പോലെ. പിന്നെ ഡോറ് തുറന്ന് ഇറങ്ങിയ സ്യൂട്ടും സൺഗ്ലാസും വെച്ചപ്പോ തന്നെ സെറ്റായി പുള്ളിക്ക് പരിപാടി എടുത്തത്. ഏറ്റവും കുറവ് വന്നുകൊണ്ടിരുന്ന ആള് സാത്താൻ സേവരാണ്. പുള്ളിനെ നമ്മൾ ഇത്തിരി ആട് 1ലും 2ലും ഒക്കെ ഉപയോഗിച്ചു. 3ല് പുള്ളി ആണല്ലേ. എനിക്ക് തോന്നുന്നു മലയാളത്തിലെ വൺ ഓഫ് എ കൈൻഡ് അറ്റംപ്റ്റ് ആയിരിക്കും. വന്നിട്ടുണ്ടോ വേറെ ഇങ്ങനെ എപ്പിക് സ്കെയിലിൽ ഹ്യൂമർ? വന്നിട്ടില്ലല്ലോ. അപ്പൊ അത് നിങ്ങൾക്കൊരു ഫസ്റ്റ് എവർ ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ്. ആടിന്റെ ബേസിക് എന്ന് പറഞ്ഞാൽ എന്തിന്റെയോ പിന്നാലെ ഒരു കൂട്ടം മണ്ടന്മാർ ഓടുന്നു. ഇത്തവണയും എന്തിന്റെയോ പിന്നാലെ ഒരു കൂട്ടം മണ്ടന്മാർ ഓടുന്നു. 2 ടൈം ലൈനിൽ ഓടും. അപ്പൊ നമ്മൾ മണ്ടനായി മാറണം. ആണോ? നമ്മൾ ഓടി മണ്ടനാണല്ലോ. നമ്മൾ ഒറിജിനാലിറ്റി പിടിച്ചാൽ മതി. ആട് ഫ്രാഞ്ചൈസിയിലേക്ക് പുതിയൊരു ആക്ടറെ കൊണ്ടുവരാണെങ്കിൽ ആരെ കൊണ്ടുവരണം എന്നാണ് ആഗ്രഹം? എനിക്ക് പൃഥ്വിരാജിനെ കൊണ്ടുവന്നിട്ട് പറയുമ്പോ തന്നെ ചിരിക്കണ്ടല്ലോ. ആട് 1ഉം 2ഉം പോലെ തന്നെ ആട് 3 ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ ആവർത്തിക്കുന്ന പോലെ ഉണ്ടാവും. ഒരു വ്യത്യസ്തതയ്ക്ക് ഒരു സാധ്യത നിലനിൽക്കുമ്പോൾ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം എനിക്ക് ഡിഫറെന്റ് ആയിട്ടൊരു ആട് ചെയ്ത് നോക്കണമായിരുന്നു. പാലക്കാട് ഭാഗത്ത് തന്നെ ഇട്ട കുറെ സെറ്റുകൾ മഴ പെയ്യാത്ത സ്ഥലങ്ങളിൽ പോലും മഴ പെയ്ത് നമുക്കൊരു 2-3 കോടി രൂപയുടെ സെറ്റുകൾ ഒലിച്ചുപോയി. ഞങ്ങൾ 10 മാസം കൊണ്ടാണ് ഇതിന്റെ ഷൂട്ട് തീർക്കുന്നത്. അപ്പോൾ ബാക്കി ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യന്മാരും ഒന്നും മറ്റൊരു ജോലിക്കും പോകാതെ പറഞ്ഞതിന്റെ ഇരട്ടി സമയം ഈ പടത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്തു. Star Jam presented by Kalyan Jewellers. Kalyan Jewellers Anokhi Uncut Collections. Anokhi Collections le pastel stone jewelry series will go well with designer work. ഷുവർ ആയിട്ടും നിങ്ങളാകും പാർട്ടിയിലെ സ്റ്റാർ. ഇതൊരു ഗോട്ട് ഇന്റർവ്യൂ ആണ്. ഗോട്ട് ഓഫ് മലയാളം സിനിമ. ഐ മീൻ റൈറ്റർ, മേക്കർ ഓഫ് ആട് ഫ്രാഞ്ചൈസി, ആട് സീരീസ്. മിഥുൻ മാനുവൽ, വെൽക്കം ടു കല്യാൺ ജുവല്ലേഴ്സ് പ്രസൻസ് സ്റ്റാർ ജാം. ആട് ഇസ് ബാക്ക് 8 വർഷത്തിന് ശേഷം. ഹൈപ്പ് കയറി ഇത് എങ്ങോട്ടാണെന്നൊരു പാട്ടുണ്ട് റീസെന്റ്. അതുപോലെ തോന്നിയിട്ടുണ്ട് ഏതെങ്കിലും മൊമെന്റില്? ഹൈപ്പ് കയറുന്നതിന്റെ അല്ല, ആളുകൾ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പം ട്രെയിലറിന് നല്ല റിസപ്ഷനാണ്. പിന്നെ ഇവരെല്ലാവരും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ക്യാരക്ടേഴ്സ് ആണല്ലോ. മലയാളികളുടെ പോപ്പ് കൾച്ചറിലുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ആ ക്യാരക്ടേഴ്സിന് ഒരിക്കൽ കൂടി സ്ക്രീനിൽ കാണാൻ അവർ വെയിറ്റിംഗ് ആണ് സ്വാഭാവികമായി. അപ്പൊ അതിന്റെ ഒരു ഹൈപ്പ് എന്താണെങ്കിലും ഒരു വിജയിച്ച പടത്തിന്റെ 3ാം ഭാഗം വരുമ്പം ഉണ്ടാവുമല്ലോ, ഉറപ്പായിട്ടുണ്ട് ആ ഹൈപ്പ്. അപ്പൊ ഓരോ പോയിന്റിലും ഹൈപ്പ് കയറി പോകുന്ന പോയിന്റ്സ് ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ 8 വർഷത്തിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ പോസ്റ്റർ ആദ്യമായിട്ട് ഇറങ്ങുമ്പോൾ ഒരു ഹൈപ്പ്, അങ്ങനെ ആസ് എ ഡയറക്ടർ ശ്രദ്ധിച്ച അല്ലെങ്കിൽ ഹിറ്റ് ചെയ്ത ഹൈപ്പ് ഉണ്ടായ പോയിന്റ്സ് ഏതൊക്കെയായിരുന്നു ഓർക്കുണ്ടോ? ഹൈപ്പ് ഉണ്ടായ പോയിന്റ്സ് നമ്മുടെ പ്രസന്റിലെ ക്യാരക്ടേഴ്സിന്റെ ലുക്ക്, പ്രസന്റ് ടൈം ലൈൻ ലുക്ക് വന്നപ്പം എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബിക്കോസ് അവരുടെ ബിലൗഡ് ക്യാരക്ടേഴ്സ് ആണ്. ആദ്യമേ പാസ്റ്റിലെ ക്യാരക്ടേഴ്സിനെ ഇറക്കി വിട്ടപ്പം ചില സ്ട്രേഞ്ചേഴ്സിനെ നോക്കുന്നത് പോലെ ഭയങ്കര സംശയത്തോടെയാണ് ആളുകൾ നോക്കി. ഇതേത് യൂണിവേഴ്സ് എന്നൊക്കെ വിചാരിച്ച ആട് 3. ആദ്യം പാസ്റ്റിലെ സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ് പോയത്, ഐ മീൻ പാസ്റ്റ് ടൈം ലൈനിൽ. അപ്പൊ ആളുകള് മിക്സ്ഡ് ഒപ്പീനിയൻ ആയിരുന്നു. പിന്നെ നമ്മൾ പ്രസന്റിലെ ക്യാരക്ടേഴ്സ് വന്നപ്പോഴത്തേക്കും എല്ലാവർക്കും പോസ്റ്റേഴ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ അതൊരു ഹൈപ്പ് പോയിന്റ് ആണ്. പിന്നെ ട്രെയിലർ വന്നു, നമ്മളുടെ സിനിമ എന്താന്ന് ട്രെയിലറിലുണ്ട്. അതൊരു ഹൈപ്പ് കൂട്ടുന്ന ഒരു ഹൈപ്പ് പോയിന്റ് ആയിരുന്നു. സൂപ്പർ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്രൊഡ്യൂസർ വിജയ് ബാബു വിളിച്ചിട്ട് എന്തായി എന്ന് ചോദിക്കുമ്പോ ഞാൻ ചേട്ടാ കുറച്ച് ക്രൈം മൂഡിലാണ് ഞാനിപ്പോ എന്ന് പറയായിരുന്നു. ആ സമയത്ത് ക്രൈം ത്രില്ലർ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. വെറുതെ ഒരു ക്രൈം മൂഡിൽ ഒരു കില്ലിംഗ് സ്പ്രീയിൽ പോവാ വിചാരിച്ചു. ഇത് ഏത് സമയത്താ പുള്ളി അങ്ങനെ വിളിച്ചു ചോദിച്ചത്? എനിക്കൊന്ന് ഓസ്ലറിന്റെ ഒക്കെ സമയത്താ തോന്നുന്നു. ഓക്കെ. പിന്നെ പറഞ്ഞു ഒരു സാധനം സെറ്റ് ആയിട്ടുണ്ട്. അതെന്നാ സെറ്റ് ആയത്? ഓസ്ലർ കഴിഞ്ഞിട്ട്. ആക്ച്വലി നമ്മുടെ ഒരു കഥയുടെ ഒരു ഫ്രെയിം വർക്ക് ഉണ്ടായിരുന്നു. കോൺസെപ്റ്റ് നമുക്ക് ഇങ്ങനെ ഒരു പുതിയ സിനിമ ചെയ്യാം, ഒരു വെറൈറ്റി കോൺസെപ്റ്റ് പിടിക്കാം. അപ്പൊ അത് എഴുതി ഈ ടൈം ലൈനുകളും കാലഘട്ടങ്ങളും ഒക്കെ ഉള്ളതായതുകൊണ്ട് അത് എഴുതി എത്തിക്കാൻ തന്നെ സമയമെടുക്കും. അപ്പം അതിങ്ങനെ നമ്മുടെ എല്ലാ കമ്മിറ്റ്മെന്റ്സും തീർത്ത് സാവകാശം അതിലേക്ക് തന്നെ കറക്റ്റ് ആ വെബ് സീരീസ് കഴിഞ്ഞോടുകൂടി
ഇറങ്ങി ഇതിലേക്ക് വന്ന് ലാൻഡായി. അപ്പോൾ അതോടുകൂടി പ്രയർ കമ്മിറ്റ്മെന്റ്സ് എല്ലാം കഴിഞ്ഞു. ഓക്കെ. അപ്പൊ കോൺസെപ്റ്റ് കിട്ടിയായിരുന്നു? കോൺസെപ്റ്റ് നേരത്തെ ഉണ്ടായിരുന്നു, പണ്ടേ ഉണ്ടെന്ന് പറയുമ്പോൾ. എന്താ കോൺസെപ്റ്റ് റെഡിയായി? 2020 മുമ്പ് കോൺസെപ്റ്റ് ഉണ്ട്. ആണോ? അതിന് മുന്നേ കോൺസെപ്റ്റ് ഉണ്ട്. ഓ. പക്ഷേ ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ ഉള്ള ഒരു ബഡ്ജറ്റ്, പിന്നെ ഇങ്ങനെ ഒരു പുതിയ സിനിമയിലേക്ക് ഇറങ്ങാനുള്ള ഒരു സാഹചര്യം, അതെല്ലാം ഇപ്പോഴാണ് റെഡി ആയിട്ട് വന്നത്. ഓക്കെ. കോൺസെപ്റ്റ് എന്താന്ന് വെച്ചാൽ പറയോ? പിന്നെ എപ്പിക് ഫാന്റസിയിലോട്ട് മാറി നമ്മൾ. അങ്ങനെ സാധനമാണ് കിട്ടിയത്. ഇപ്പം ആട് 1ഉം 2ഉം സ്ലാപ്സ്റ്റിക് സിനിമകളാണ്, നിങ്ങൾക്കറിയാം. ആട് 1ഉം 2ഉം അല്ല, ആട് 3. ഓക്കെ. നമ്മൾ ആ സ്വഭാവം നിലനിർത്തിക്കൊണ്ട് ആടിലെ കഥാപാത്രങ്ങളുടെ കൂടെ വേറൊരു കൂട്ടം കഥാപാത്രങ്ങളും കൂടെ വരികയാണ്. ഹ്യൂമർ തന്നെയാണ്, പക്ഷെ അവര് തന്നെയാണ്. അപ്പൊ അവരെ നിങ്ങൾക്ക് പുനർജന്മങ്ങളെന്നോ പൂർവാശ്രമത്തിലെ ആളുകളെന്നോ മറ്റൊരു ടൈം ലൈനിലെ ആളുകളെന്നോ അത് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ വിടുന്നു. എന്താണെങ്കിലും അവരുടെ ഒരു പൂർവാശ്രമം പൂർവ്വജന്മം ഒക്കെ നിങ്ങൾക്ക് കാണാം. അപ്പൊ അതിങ്ങനെ 2 ടൈം ലൈനുകളൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ 2 സ്ഥലത്തും വേൾഡ് ബിൽഡിങ്ങും പരിപാടികളും നമ്മൾ ഇഷ്യൂലേക്ക് വരണല്ലോ. അപ്പൊ അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതി തീർക്കാൻ ഒരു പ്രയർ കമ്മിറ്റ്മെന്റ്സ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സാവകാശം എടുത്തു. കോൺസെപ്റ്റ് ആദ്യം ഉണ്ടായിരുന്നു. ഓക്കെ. നമുക്ക് എന്തിനാ ഒരു ഇൻസ്പിറേഷൻ കിട്ടുമല്ലോ. അപ്പൊ ഇത് 2 ടൈം ലൈൻ ആണെന്നുള്ള ഒരു സാധനം കത്താൻ എന്തെങ്കിലും ഒരു സാധനം ഇൻസ്പയർ ചെയ്തിട്ടുണ്ടോ? എനിക്ക് അത്തരം സിനിമകൾ, ഫാന്റസി സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ത്രില്ലേഴ്സ് ഇഷ്ടമാണ്. അതിനുശേഷം നമുക്ക് എപ്പിക് ഫാന്റസി, രാജാവ്, കുതിര എന്നൊക്കെ പറയുന്ന, ഇപ്പൊ ലോർഡ് ഓഫ് ദ റിങ്സ് എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ വലിയ സ്കെയിലുള്ള എപ്പിക് ഫാന്റസികളല്ലേ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലൊക്കെ ഒരു കുട്ടിയുണ്ട്, ഒരു കഥ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയുണ്ട്. അപ്പം നമ്മളൊക്കെ ഹുക്ക് ചെയ്യാൻ പറ്റുന്ന ലോകമുണ്ടായപ്പോൾ മുതലുള്ള ഒരു സ്റ്റോറി ലൈനിന്റെ ബിഗിനിങ് ആണ്. പണ്ടൊരു സ്ഥലത്ത് ഒരു രാജാവുണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ സ്വാഭാവികമായും നമ്മുടെ അടുത്ത് ചോദ്യം, എന്നിട്ട് പിന്നെ പലതും സംഭവിക്കുന്ന പല കഥകളും ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ഫാന്റസി കഥകളിലേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതും കൂടെ ചേർത്ത് വെച്ചുകൊണ്ടൊന്ന് ആട് അവതരിപ്പിച്ചാൽ, ആ ഹ്യൂമർ നിലനിർത്തിക്കൊണ്ട് ആട് അവതരിപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് തോട്ട്. ഇപ്പൊ 8 വർഷത്തിന് ശേഷം എന്തൊക്കെ മാറി എന്ന് വെച്ചാൽ, ആടിന്റെ ഫ്രാഞ്ചൈസി ഡയറക്ടർ എന്ന നിലയ്ക്ക് എന്തൊക്കെ പറയും? അതായത് നമ്മൾ ഇറങ്ങി കഴിയുമ്പോൾ മനസ്സിലാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. ക്യാരക്ടേഴ്സിന്, അഭിനയിക്കുന്ന ആക്ടേഴ്സിന് മാറ്റം വന്നിട്ടുണ്ടാവും, സിനിമ മാറിയിട്ടുണ്ടാവും, ആടിലെ ഫ്രാഞ്ചൈസിന്റെ അകത്ത് തന്നെ കുറെ കാര്യങ്ങൾ മാറിയിട്ടുണ്ടാവും. പാർട്ട് 3 വർക്ക് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പാസ്റ്റ് ടൈം ലൈനാണ് ഇതിനകത്തെ എന്താ പറയുക, ഒരു വൈൽഡ് കാർഡ് എന്ന് പറയുന്നത്. അതാണ് എക്സ്പെൻസീവ്. അപ്പം ആ ഏരിയ ഷൂട്ട് ചെയ്ത് തുടങ്ങിയപ്പം ഒരു വേറെ തന്നെ ഒരു ഫീലായിരുന്നു. കാരണം നമുക്ക് മുൻപിൽ വേറൊരു കൂട്ടം കഥാപാത്രങ്ങൾ, ഇവരുടെ മുഖമൊക്കെ തന്നെയാണ്. സംഭവം ഷാജി പാപ്പനും ഡ്യൂഡും സർവത്ത് ഷമീറും ഒക്കെ തന്നെയാണ്. പക്ഷേ അവരുടെ പ്രിമൈസ് വേറെയാണ്, നമ്മുടെ സെറ്റിങ്ങുകൾ വേറെയാണ്, അവർക്ക് ചുറ്റുമുള്ള ആളുകൾ കുറേയൊക്കെ സെയിമാണ്, കുറേയൊക്കെ മാറ്റമുണ്ട്. അപ്പോൾ അത് ഭയങ്കര കൗതുകമായിരുന്നു. ഞങ്ങളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ആ ഏരിയ ഷൂട്ട് ചെയ്തത്. ഇപ്പോൾ നിങ്ങൾ ട്രെയിലർ കണ്ടല്ലോ, അതിനകത്ത് കാണുന്ന പല ഏരിയകൾ ഞങ്ങൾ ഭയങ്കര ആസ്വദിച്ചാണ് ഷൂട്ട് ചെയ്തത്. മഴയുടെ വെല്ലുവിളി, ഷെഡ്യൂളിങ്, അങ്ങനത്തെ കോൺഫ്ലിക്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് ഷൂട്ട് ചെയ്തപ്പോൾ ഞങ്ങൾക്കൊരു ഭയങ്കര ഒരു റിഫ്രഷിങ് അനുഭവമായിരുന്നു. പിന്നെ നേരെ തിരിച്ച് നമ്മൾ ഇവരെല്ലാവരും ഗെറ്റപ്പ് ചേഞ്ച് കഴിഞ്ഞ് നമ്മൾ പ്രസന്റിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ അഗൈൻ നമ്മുടെ പഴയ ആടുക സംഭവിച്ചിരിക്കും. പടത്തിന്റെ പകുതി വേറൊരു ടൈം ലൈൻ ഷൂട്ട് ചെയ്യാന്ന് അങ്ങനെ തന്നെ ഞങ്ങൾ ഷൂട്ടിംഗ് ആസ്വദിച്ചാണ് ചെയ്തത്. അതൊരു ഭയങ്കര ആദ്യം പഴയ ടൈമിലാണ് ചെയ്തത്. കാരണം എല്ലാവർക്കും താടിയും ഗെറ്റപ്പുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഫ്രെയിമിൽ ഇങ്ങനെ ഒരുപാട് കുതിരകളും അതൊക്കെ വരുമ്പം എന്തോ നമ്മളിൽ ആ കുട്ടി ഉണരും. അപ്പൊ ഇത് മറ്റേ ഡൂഡിന്റെ ഷാജി പാപ്പാന്റെ ഒക്കെ ലുക്ക് ഇട്ടായിരുന്നല്ലോ ടീസറായിട്ട്, ഇവരെത്തി സെറ്റിലെത്തി. അപ്പൊ അത് ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റിൽ ഒരു 70-75 ദിവസം ഷൂട്ട് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പ്രസന്റിലെ, അല്ലെ 10 ദിവസം ഷൂട്ട് കഴിഞ്ഞ ശേഷമാണ് പ്രസന്റിലെ അടുത്ത 60 ദിവസത്തേക്ക് കടക്കുന്നത്. അപ്പൊ അവർ ഗെറ്റപ്പ് ചേഞ്ച് കഴിഞ്ഞിറങ്ങുന്ന വീഡിയോസ് ആണ് നമ്മളിട്ടത്. അത് തന്നെ കയറി വൈറലായിരുന്നു. അത് വൈറലായി. അത് സ്വാഭാവികമാണ്. കാരണം എന്താ വെച്ചാൽ അവർക്ക് ആളുകൾക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളാണ്. അവർക്ക് ആർക്കും ഒരു മാറ്റവും വന്നിട്ടില്ല എന്നാണ് പ്രേക്ഷകരെല്ലാവരും പറഞ്ഞ കമന്റ്സ്. അതെങ്ങനെ അവര് മാറാതെ എങ്ങനെ നിന്നത്? അത് അവരുടെ എന്താ പറയാ മിടുക്ക്. കാരണം 8 വർഷങ്ങൾക്ക് ശേഷവും അതുപോലെ ഉണ്ടെന്ന് ഓഡിയൻ പറയുമ്പോൾ അത് അവരുടെ പ്രൊഫഷണലിസം, അവരുടെ കമ്മിറ്റ്മെന്റ്. അപ്പൊ അങ്ങനെ ആരൊക്കെ മാറാതെ നിന്നോ അവർക്കൊക്കെ ഓഡിയൻ അപ്രീസിയേഷൻ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് പാർട്ടൊന്നുമില്ല. അവരുടെ ഫിസിക്ക്, അവരുടെ സ്കിന്ന്, ഇതെല്ലാം അവർ തന്നെ മെയിൻറ്റെയിൻ ചെയ്തതാണ്. അങ്ങനെ പറയാം. അപ്പൊ ഇവരെ ക്യാരക്ടേഴ്സിലേക്ക് കയറാൻ സമയമെടുത്തു ആരെങ്കിലും? ഇപ്പൊ വിനായക ചേട്ടൻ വേറൊരു വഴിക്ക് അങ്ങനെ പോയി, പാൻ ഇന്ത്യ പോയി ഒക്കെ തിരിച്ചു വന്നു. അപ്പൊ ഡൂഡൊക്കെ സ്വിച്ച് ഇട്ട പോലെ. പിന്നെ ഫസ്റ്റ് എൻട്രി വീഡിയോ ആയിരുന്നു പുള്ളിന്റെ ആദ്യം ഷൂട്ട് ചെയ്തത്. ആ ഡോറ് തുറന്ന് ഇറങ്ങിയ സ്യൂട്ടും സൺഗ്ലാസും വെച്ചപ്പോ തന്നെ സെറ്റായി, പുള്ളിക്ക് പരിപാടി പിടുത്തം കിട്ടി. പുതിയ പുള്ളിന്റെ ക്യാരക്ടർ അഡീഷൻ ആണ് ട്രിക്കി. ഓക്കെ. അപ്പൊ അത് നിങ്ങൾ ട്രെയിലറിൽ കണ്ടല്ലോ. പുള്ളി വേറൊരു ഐറ്റമായിട്ടാണ് വരുന്നത്. അസം ഖാൻ എന്നാണ് പുള്ളിയുടെ പേര്. അപ്പോൾ അത് പുള്ളി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓരോരുത്തർക്കും ഓരോ പേരുകളും പരിപാടികളും എല്ലാം ഉണ്ട്. അവർക്കൊരു അങ്ങനെയൊരു ജീവിതവും ഉണ്ട്. അപ്പം അതായിരിക്കും നിങ്ങൾക്ക് ഇതിലെ കൗതുകം. പ്രസന്റിലെ ലുക്കുകളെല്ലാം അവർ
എന്താ പറയുക, വിത്തൗട്ട് ബ്ലിങ്കിങ് ആൻ ഐ എന്ന് പറഞ്ഞ പോലെ ഒരു ടക്ക് എന്ന് പറഞ്ഞ എല്ലാവരും ചെയ്തിട്ടുണ്ട്. എന്താണോ നിങ്ങൾ എവിടെയാണോ ആഡിറ്റ് നിർത്തിയത് അവിടെ തന്നെ നമ്മുടെ പ്രസന്റ് ടൈം ലൈൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇവരെന്തിനു പുറകെ ഓടണമെന്ന് എപ്പോഴാ തീരുമാനിക്കുക, അല്ലെങ്കിൽ എങ്ങനെ കിട്ടുക? നമ്മൾ സൂചനകളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും ഒരു പടത്തിന് ഇന്റർവെല്ലോട് കൂടി നിങ്ങൾക്ക് ഏകദേശം എന്താണ് പരിപാടിയെന്ന് മനസ്സിലാവും, കിട്ടും. കാരണം നമ്മുടെ ഇന്റർവെല്ലോട് കൂടി നമ്മുടെ വേൾഡ് ബിൽഡിംഗ് ഒക്കെ പൂർത്തിയാവും. ക്യാരക്ടേഴ്സിനെല്ലാം നമ്മൾ അലൈൻ ചെയ്യും. എല്ലാ ക്യാരക്ടേഴ്സും മനസ്സിലായി, എല്ലാവരുടെയും പ്രശ്നങ്ങൾ മനസ്സിലായി. ഇനി നിങ്ങൾ ഓടാൻ പോകുന്നത് ഇതിന് പുറകെ, ഇതിന് പിന്നാലെയാണെന്ന് പറയുന്ന ഒരു സാധനവും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഓട്ടം ഉണ്ട്, ഡെഫിനറ്റ്ലി ഓട്ടം തന്നെ രണ്ട് കാലഘട്ടത്തിലുണ്ട്. അത് അതിന് മാറ്റുന്നില്ലല്ലോ. കാരണം നമ്മുടെ ആടിന്റെ ബേസിക് എന്ന് പറഞ്ഞാൽ എന്തിന്റെയോ പിന്നാലെ ഒരു കൂട്ടം മണ്ടന്മാർ ഓടുന്നു. ഇത്തവണയും എന്തിന്റെയോ പിന്നാലെ ഒരു കൂട്ടം മണ്ടന്മാർ ഓടുന്നു. 2 ടൈം ലൈനിൽ ഓടും. കണക്ഷൻ ഉണ്ട് ഓട്ടത്തില്. അത് നിങ്ങൾ തിയേറ്ററിൽ നോക്കുക. ഓക്കെ, കഴിഞ്ഞ തവണ നമ്മൾ സംസാരിച്ചപ്പോൾ ആട് 3 വലിയ പരിപാടിയാണ്. അപ്പോൾ ഇത് കുറച്ച് സമയം എടുക്കും ചെയ്തു വരാൻ. അപ്പോഴേക്കും എൻ്റെ ആട് ഫാൻസ് പിള്ളേരൊക്കെ വലുതാവോ എന്ന് എനിക്ക് ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ശരിക്കും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിന്റെ വേറൊരു ആംഗിൾ ആലോചിച്ചപ്പം ഇതിൽ കുറെ ആളുകൾ വലുതാവുകയും കുറെ ആളുകൾ ഏണിംഗ് മെമ്പേഴ്സ് ആവുകയും ചെയ്തു. അതൊരു ഗുണമാണ്. അപ്പൊ വീട്ടിൽ നിന്ന് പൈസ കൊടുത്തില്ലെങ്കിലും വരാവുന്ന അവസ്ഥയിലേക്ക് 2017 എൻഡിൽ ആടിറങ്ങുമ്പം അന്ന് 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന ആൾ 8 വർഷം കൊണ്ടിപ്പം ഡെഫിനറ്റ്ലി ഒരു ഏണിംഗ് മെമ്പർ ആയിട്ടുണ്ടാവും. അപ്പൊ അവൻ ഇൻഡിപെൻഡന്റ് ആയി. അങ്ങനെ ചില ഗുണം ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ അത് വന്നിട്ടുണ്ട്. പിന്നെ ഫാൻസ് എന്തായാലും തിയേറ്ററിൽ കയറും എന്നുള്ള സമാധാനമായി. പിന്നെ ആടിന്റെ നമ്മൾ OG ഫാൻസ് എന്നൊക്കെ വിളിക്കുന്ന 2015 ഫാൻസ് ഉണ്ട്. അപ്പം 15 ഫാൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം ഇറ്റ്സ് ലൈക്ക് 11 years. അപ്പം അവര് കലിവിവാഹിതരായി, മോസ്റ്റ്ലി ഫാമിലിയായി. അപ്പം അവര് തന്നെ ഒരു യൂണിറ്റ് ആയിട്ടാണ് ഇനി വരാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനെ ഒരുപാട് പ്രതീക്ഷയുള്ള മാറ്റങ്ങൾ ഈ കഴിഞ്ഞ കാലത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പുതിയ പിള്ളേരെ എങ്ങനെയാണ് ട്രെയിൻ പോകണം? അപ്പോൾ ആസ് എ റൈറ്റർ പുതിയ പിള്ളേർ ഇപ്പം നമ്മുടെ കൂടെ വർക്ക് ചെയ്യുമല്ലോ. അപ്പം നമ്മൾ ശരിക്കും ഒരു സിനിമ ഇറങ്ങുമ്പം അന്നത്തെ സമയത്ത് കോളേജസിലും പിന്നെ ജസ്റ്റ് ജോലിക്ക് കയറി 10-25 വയസ്സിൽ താഴെയുള്ള +2 പഠിക്കുന്ന അല്ലെ പ്രീ ഡിഗ്രി മുതൽ PG വരെയും പ്ലസ് ജോലിക്ക് കയറിയവരൊക്കെയാണ് ഒരു ഇപ്പം ഞാനൊക്കെ പഠിക്കുന്ന കാലത്തെ ഫസ്റ്റ് ക്രൗഡ്. ഒരു തിയേറ്ററിലേക്ക് ഒരു സിനിമ ഇറങ്ങുമ്പോൾ നമ്മളാണല്ലോ ക്ലാസ്. ഇപ്പം അത് ജെൻസി പിള്ളേരായി. അപ്പൊ അവരാണ് ഫസ്റ്റ് വരുന്നത്. ഇപ്പൊ നമ്മൾ കുറച്ചും കൂടെ ഒരു സെക്കൻഡ് ഡേ, തേർഡ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടി മോസ്റ്റ്ലി ആളുകൾ മാറി. കാരണം ജോലി തിരക്കുകളുണ്ട്. ഒരു ഫ്രൈഡേ ചിലപ്പോൾ പലർക്കും ലീവ് എടുക്കാൻ പറ്റിയെന്നില്ല. സോ നമ്മൾ സാറ്റർഡേയിലേക്ക് മാറി, വീക്കെൻഡിലോട്ടൊക്കെ മാറി. അപ്പോ ആദ്യം വരുന്ന ഓഡിയൻ എന്ത് പറയുന്നുള്ളതാണ് എല്ലാ ഫിലിം മേക്കേഴ്സിന്റെയും തീരുമാനിക്കപ്പെടുന്നത്. എല്ലാ ഫിലിം മേക്കേഴ്സിന്റെയും പേടിയും അവിടെയാണ് വിധി തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ ഇതിനകത്തിപ്പം ഇപ്പം ജെൻസി വിജയോചനം പറഞ്ഞ ജെൻസികൾക്ക് ഇഷ്ടമില്ലാത്ത കോമഡി വെക്കാനുള്ളതൊക്കെ പുള്ളിയോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവണം ഹ്യൂമർ. അങ്ങനത്തെ ഹ്യൂമറുകൾ പിടിക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചത്. ഇപ്പം ഞാനിപ്പോൾ ഒരു പഴഞ്ചൊല്ലോ പഴമൊഴിയോ ഒക്കെ ചേർത്തുള്ള ഒരു ഹ്യൂമർ പറഞ്ഞാൽ ഇപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ജെൻസി പിള്ളേർക്ക് ചിലപ്പോൾ അത് പെട്ടെന്ന് കിട്ടൂല. കാരണം അവർ കൈൻഡ് ഓഫ് എ ഹൈബ്രിഡ് ലാംഗ്വേജിലോട്ട് മാറിക്കഴിഞ്ഞു. മലയാളവും ഇംഗ്ലീഷും എല്ലാം ചേർത്തിട്ടുള്ള വേറൊരു തരം മറ്റേ മംഗ്ലീഷിൽ എഴുതുന്ന അവരുടെ മലയാളമൊക്കെ ഇപ്പം അങ്ങനെയാണല്ലോ. പലരും മലയാളം അറിയാതെ തന്നെ പോകുന്നുണ്ട്, പലർക്കും അറിയില്ല. അപ്പം അങ്ങനെ സിറ്റുവേഷനിൽ നിൽക്കുമ്പം എല്ലാവർക്കും മനസ്സിലാകുന്ന ഹ്യൂമർ ഉൾക്കൊള്ളിക്കാനാണ് ശ്രമിച്ചത്. അപ്പൊ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ലാംഗ്വേജ് എന്തായി, പുതിയ ഭാഷ എന്താണ്, ജെൻസിയുടെ ചില പ്രയോഗങ്ങൾ പറയുമ്പം ജെൻസിയുടെയും താഴെ ജെൻ ആൽഫ വരുമ്പോഴും അവരുടെ പ്രയോഗങ്ങളും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം എന്താ വെച്ചാൽ കുട്ടികൾ സിനിമ കാണാൻ വരുന്നുണ്ട്. ഒരു ജെൻ ആൽഫ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു 8ാം ക്ലാസ്സിലൊക്കെ താഴെയല്ലേ അല്ലേ, ആ റേഞ്ചിലെ പിള്ളേർ വരെ സിനിമ കാണാൻ വരുന്നുണ്ട്. അവർക്കും ഇഷ്ടമാണ് ആടിലെ കഥാപാത്രങ്ങൾ. അപ്പം നമ്മളൊരു തമാശ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പം അവർക്ക് മനസ്സിലാവാതെ ഒരു തിയേറ്ററിൽ ഇരിക്കാൻ പാടില്ല എന്നൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്, ശ്രമിച്ചിട്ടുണ്ട്. ഇത് എത്രത്തോളം വരും എന്നുള്ള കാര്യം നമുക്കറിയില്ല. അങ്ങനെയുള്ള നമ്മുടെ ടീമിൽ വേണം. അങ്ങനെ ടീമിലുണ്ട്, ഓൾറെഡി ഉണ്ട്. ഡയറക്ഷൻ ടീമിലുണ്ട് 3-4 പേരുണ്ടായിരുന്നു. ആർട്ടിലുണ്ട്, കോസ്റ്റ്യൂമിലുണ്ട്, ക്യാമറയിലുണ്ട്, എല്ലായിടത്തിലും ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ ഈ ഏരിയ കവർ ചെയ്യുക. അങ്ങനെയാണ് ആ ഏരിയ കവർ ചെയ്യുക. അടേ തമാശ വല്ലതും കിട്ടുന്നുണ്ടോടെ? കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ, കിട്ടി, അവർക്ക് കിട്ടി, അങ്ങനെ ചോദിക്കും. ഓക്കെ, നമ്മളൊരു ഗോട്ട് റൗണ്ടിലേക്ക് പോകുമ്പോഴാണ്. ഓക്കെ, ആട് ഫസ്റ്റ്, അതായത് എല്ലാ ആടിനെ പറ്റിയുള്ള ചോദ്യങ്ങളായിരിക്കും. ആട് ഫസ്റ്റ് ഷോർട്ട് ഫിലിം ആയിട്ടാണ് കൺസീവ് ചെയ്യണത്. അതെ. അന്നത്തെ തോട്ട് എന്തായിരുന്നു? അന്നത്തെ തോട്ട് വടംവലിക്കാരനായ ഒരു സംഘം ആളുകൾക്ക്, ഷാജി പാപ്പന സംഘത്തിനും ആടിനെ കിട്ടുന്നു. അരക്കിലവ് അറക്കാന്ന് പറയുന്നു. ഇതെന്റെ സുഹൃത്തുക്കൾക്കുണ്ടായ ഒരു യാത്രാ വിവരണം, ഒരു യാത്രാനുഭവമാണ്. അരക്കിലവ് അറക്കാന്ന് പറയുന്നു. ലോഡ്ജിൽ റൂം എടുക്കുന്നു. അരക്കിലവ് കാലു മാറുന്നു. ആട് അപ്പോഴത്തേക്കും ഒരു ചെറിയ വണ്ടിയിടിയിൽ ആടിന്റെ കാലിന് പരിക്ക് പറ്റിയിട്ടുണ്ട്. ആട് നിലവിളിച്ച് സ്ത്രീകളുടെ ശബ്ദം പോലെയാവുന്നു. അങ്ങനെ ഈ ഷാജി പാപ്പനും സംഘവും ഏതോ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് സർബത്ത് ഷമീറിന്റെ വണ്ടി ചേസ് ചെയ്ത് പിടിക്കുന്നു. ലാസ്റ്റ് സ്റ്റേഷനിൽ വെച്ച് ഇവർക്ക് ജാമ്യം കിട്ടുന്നു. ഇതായിരുന്നുള്ളൂ. എന്നിട്ട് ഈ ആടിനെ ഷാജി പാപ്പൻ വളർത്തേണ്ടി വരികയാണ്. ഒരു 1/2 മണിക്കൂറിന്റെ ഷോർട്ട് ഫിലിം. ഇതായിരുന്നു പ്ലാൻ ചെയ്തത്.
അപ്പൊ ജാമ്യം കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പലരും എന്നിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എന്നിട്ടില്ല ഇത്രേ ഉള്ളൂ. ആ എന്നിട്ട് അവസാനിച്ചില്ല. അപ്പോഴാണ് ബാക്കി എഴുതാൻ തീരുമാനിച്ചത്. പിന്നെ ബാക്കി ചെയ്യാം, നമുക്ക് വേറെ സിനിമ ചെയ്യാം, ഒരു സിനിമയായിട്ട് തന്നെ ചെയ്യാം, രസമുണ്ടല്ലോ എന്ന് പറഞ്ഞ് വിജയ് ബാബു, അന്ന് സാജിദ് യഹിയ, സാൻഡ്ര ഇവരെല്ലാം ചേർന്നാണ് ഇതൊരു അജു വർഗീസ്, ഇതൊരു ഫുൾ ഹൗസ്. അന്ന് ധർമ്മേട്ടന്റെ ക്യാരക്ടറിൽ ക്യാപ്റ്റൻ ഗ്ലീറ്റസ് ആയിട്ട് അജു ആയിരുന്നു. ഷോർട്ട് ഫിലിം ആയിരുന്നു. അപ്പൊ അജു അടക്കം പറഞ്ഞാൽ അളിയ വലിയ സിനിമ ചെയ്യും, അന്ന് ശാന്തി വശാന കഴിഞ്ഞിരിക്കുകയല്ലേ, എന്നാ ശരി വലിയ സിനിമ ചെയ്തേക്കാന്നും പറഞ്ഞ് ഇറങ്ങിയതാണ്. പിന്നെ അതിലേക്ക് ഡ്യൂഡ് വന്നു, പി ശശി വന്നു, അങ്ങനെ ഒരു കൂട്ടം ആളുകൾ വന്നു ചേർന്നത് അങ്ങനെ ഒരു ക്യാരക്ടർ ഡ്രിവൺ. സാത്താൻ സേവർ വന്നു, വലുതായി. അപ്പൊ അജു വരുമോ ഇതിനകത്ത് ഒരു പുതിയൊരു ക്യാരക്ടറായിട്ട്? അറിയില്ല, ടൈം ലൈനുകളൊക്കെ ഉള്ളതല്ലേ, ചിലപ്പോൾ ഉണ്ടെങ്കിലും. അങ്ങനെ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ട്? എനിക്ക് മനസ്സിലായി, ടൈം ലൈനുകളൊക്കെ ഉള്ളതല്ലേ, ചിലപ്പോൾ ഉണ്ടെങ്കിലും. ശരി. പൊന്നപ്പനെ വെച്ച് കുറെ കോൺസ്പിരസി തിയറീസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ പിള്ളേര് റീലുകൾ ഉണ്ടാക്കി വിടുന്നത്, ഒരുപാട് കോൺസ്പിരസി ഉണ്ട്. അപ്പോ അറിയില്ല, ടൈം ലൈനുകളൊക്കെ ഉള്ളതല്ലേ. അത് അജു എന്നോട് ചോദിച്ചു, കുറെ ഇടയ്ക്ക് ഇൻട്രസ്റ്റിംഗ് സാധനങ്ങൾ അവൻ തന്നെ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം ഈ ടൈം ലൈനുകൾ ഓപ്പൺ ആവുക എന്ന് പറയുമ്പോഴത്തേക്കും പോസിബിലിറ്റീസ് ആൻഡ് പ്രോബബിലിറ്റീസ് കൂടും. പണ്ട് ക്ലീറ്റസ് ആയിരുന്നിട്ട് പിന്നെ മാറിപ്പോയത് എങ്ങനെയാ? ഡേറ്റില്ല ഭാഗമാവണമെന്ന് പറഞ്ഞിട്ട് അവൻ വന്നിട്ട് പൊന്നപ്പൻ ചെയ്തു. ഷാജി പാപ്പന്റെ നടുവുളിക്കിപ്പിച്ചിട്ട് പുള്ളി ഭാര്യയായിട്ട് പോയി. അപ്പൊ അജു സിനിമയിൽ എൻ്റെ ഗോഡ് ഫാദറാണ്. അപ്പൊ അജു നമ്മുടെ സിനിമയിൽ അങ്ങനെ അഭിനയിക്കുക എന്ന് പറയുന്നതല്ല, പുള്ളി അതിന്റെ ഭാഗമായിരിക്കും. പുള്ളിക്ക് സമയമുണ്ടെങ്കിൽ പുള്ളി അഭിനയിക്കും. അപ്പം മറ്റു സിനിമകളിൽ തിരക്കുള്ള ആർട്ടിസ്റ്റാണല്ലോ. അപ്പോൾ എല്ലാ സിനിമയിലും നമ്മൾ അവനെ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ പുള്ളിക്ക് അങ്ങനെ എൻ്റെ സിനിമയിൽ അങ്ങനെ അഭിനയിക്കുക എന്നുള്ളത് അതിൽ വരിക ഒരു ഭാഗമാവുക പോവുക. ആടിലെ കോമഡി ടൈമിങ്ങിലെ ഗോട്ടാരെന്ന് വെച്ചാൽ ആരെ പറയും? കോമഡി ടൈമിങ്ങിൽ കൗണ്ടറുകൾക്ക് ഓഫ് കോഴ്സ് ധർമ്മേട്ടൻ. ധർമ്മേട്ടൻ്റെ ഏരിയയാണത്. കാരണം പുള്ളി നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കൗണ്ടേഴ്സ് പല കോലത്തിൽ പറയുന്ന ആളാണ്. പിന്നെ ജയേട്ടൻ ഡെഫിനറ്റ്ലി ഹ്യൂമർ പുള്ളീൻ്റെ ഏരിയയാണ്. പിന്നെ എന്നെ ആക്ച്വലി ആട് 2-ൽ സർപ്രൈസിംഗ്ലി ഹ്യൂമർ ചെയ്യിച്ച് ആ ട്രാക്ക് കറക്റ്റ് പിടിച്ചത് സർബത്ത് ഷമീറാണ്. സർബത്ത് ഷമീറിന്റെ സെൽഫിയിൽ കയറി നിൽപ്പും പുള്ളിൻ്റെ ചില റെൻഡറിങ്ങുകളൊക്കെ എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ആട് 1-ൽ നിന്നും സർബത്ത് ഷമീർ ആട് 2-ലേക്ക് എത്തുമ്പോഴേക്കും അസാധ്യ ഹ്യൂമർ ടൈമിങ്ങിൽ പുള്ളി കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇംപ്രൊവൈസേഷനിലെ ഗോട്ടാരാ? അങ്ങനെയാണ് ഇംപ്രൊവൈസേഷനിലെ കയ്യിന്നിടാൻ നല്ല അത്യാവശ്യം നല്ല കൗണ്ടേഴ്സ് ധർമ്മേട്ടൻ പറയും. നമ്മൾ കറക്റ്റ് ചേട്ടാ ഇവിടെ ഒരു കൗണ്ടർ, ഞാൻ ധർമ്മേട്ടന്റെ ഏരിയകൾ അങ്ങനെ പറയുള്ളൂ. നേരത്തെ പോയിട്ട് ഞാൻ സ്ക്രിപ്റ്റിൽ നമുക്കുണ്ടാവും, ഫ്രെയിം ഉണ്ടാവും, എനിക്ക് ആവശ്യമുള്ള ഡയലോഗ്സും ഉണ്ടാവും. പിന്നെ എനിക്ക് ആവശ്യമുള്ള ചില ഏരിയകളിൽ ഞാൻ ബ്ലാങ്ക് ഇടും. ധർമ്മേട്ട ഇവിടെ ഇതാണ് മാറ്റർ, ഇവിടെ ഒരു സാധനം അടിക്കണം, ആ പുള്ളി അടിക്കും. ജയേട്ടാ ഇവിടെ ഇതാണ് മാറ്റർ, ഇവിടെ ഒരു സാധനം അടിക്കണം. വിജയബാബു ചേട്ടൻ ഇവിടെ ഇതാണ്, വിജയബാബു ചേട്ടൻ ചില സമയത്ത് അല്ല കിടിലൻ സാധനങ്ങൾ അടിക്കും. അപ്പോൾ ഇവിടെ ഇതാണ് ഒരു സാധനം, ഇവിടെ ഈ സമയത്ത് ഒരു സാധനം അടിക്കണം. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞ് ചെയ്യിപ്പിക്കും. സ്പേസ് ഇടും. ഇന്ദ്രൻ ചേട്ടൻ, ഇവരൊക്കെ ഹ്യൂമറിൽ ഡയറക്ട് ചെയ്തുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. അവർക്കൊക്കെ അതിന്റെ ഋതുണ്ട്, താളമുണ്ട്, അവർ കുറെ കാലമായിട്ട് ചെയ്യുന്നതാണ്. ഈ സ്പേസ് ഇടുമ്പോൾ അവർ ടെൻഷൻ ആവുമോ? എന്ത് പറയണം എന്ന് വിചാരിച്ചിട്ട്? ആ സ്വാഭാവികമായ ഒരു ആർട്ടിസ്റ്റിന് ടെൻഷൻ ഉണ്ടാവുമല്ലോ. ഇവൻ ഇത് ഉപദ്രവമാണെന്ന് വരെ ആലോചിക്കും. പക്ഷെ രക്ഷയിൽ അത് പറഞ്ഞേ പറ്റുള്ളൂ. പക്ഷെ അവർക്കിപ്പോൾ അത് ശീലമായി. എടാ ഇപ്പൊ ചില അവർക്ക് നമ്മൾ ഇത്രയും 3ാമത്തെ പടമല്ലേ ഒരുമിച്ച്, അപ്പൊ അവർ പറയും ഇതിന് പറയും ഇങ്ങനെ സാധനം പറഞ്ഞാലോ, സൈജോട്ടൻ മുത്തേ ഇതൊന്ന് മാറ്റിയിട്ട് വേറൊരു സാധനം തരൂ സൈജോട്ടൻ. അപ്പോൾ സൈജോട്ടൻ നമ്മൾ വേറൊരു സാധനം അവിടെ എല്ലാവരും ഇരുന്ന് ആലോചിച്ച് ആട് 1 തൊട്ടേ നമ്മൾ അങ്ങനെയാണ്. ഇപ്പൊ സൈജു കുറിപ്പിന് വേണ്ടിയിട്ട് കൗണ്ടറുകൾ ആലോചിക്കുന്നത് ജയേട്ടൻ ഒരു മൂലയ്ക്ക് പോയിരുന്ന് ആലോചിക്കുന്നുണ്ടാവും, ധർമ്മേട്ടൻ ആലോചിക്കുന്നുണ്ടാവും, എല്ലാവരും ആലോചിക്കും. കാരണം അവിടെ നല്ല അങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് ഒരുപാട് ഹ്യൂമറുകൾ എടുക്കുന്നത്. സ്റ്റക്കാക്കിയ ക്യാരക്ടർ വെച്ചാൽ ഏത് പറയും? എഴുത്തില് ആടിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു ഇടങ്ങേറ് സംഭവിച്ചിട്ടേ ഇല്ല. എല്ലാ ക്യാരക്ടറും സ്മൂത്ത് ആയിട്ട് എല്ലാം സ്മൂത്താണ്. നമ്മളെ ഹോണ്ട് ചെയ്യും പറയും ചില ക്യാരക്ടർ. ഇത് കോമഡി ആണെങ്കിലും അങ്ങനെ മിഥുൻ മേനോനിലെ ഹോണ്ട് ചെയ്ത ക്യാരക്ടർ ഏതിലുണ്ടോ? ആടിലില്ല. ഇല്ല. മറ്റേ ഇതിലുണ്ടോ? ക്രൈം ത്രില്ലേഴ്സിലുണ്ട്. എനിക്ക് ഷറഫിന്റെ ബെഞ്ചമിൻ ലൂയിസിന്റെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്ക് ആലോചിക്കാറുണ്ട് അൻവർ ഹുസൈൻ ഇപ്പം എന്തായിരിക്കും ചെയ്യാം. നമ്മൾ തുടങ്ങി വെച്ചിരിക്കുകയാണല്ലോ ഒരു കഥാപാത്രങ്ങളെ. അപ്പോൾ ഇവരുടെ പിന്നെ ആടിൻ്റെ ലോകം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു റിയാലിറ്റിയിൽ നിന്നുള്ളൊരു എസ്കേപ്പ് എന്ന് പറയില്ലേ ആലോചിക്കുമ്പോൾ. കാരണം അവിടെ പ്രശ്നങ്ങളുണ്ട്, പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ സീരിയസ് പ്രശ്നങ്ങളില്ല. അത് ആലോചിക്കാൻ വേറൊരു വൈബാണ്. നമുക്ക് അധികം പ്രശ്നങ്ങളും നിയമത്തിന്റെ നൂലാമാലകളും അതും ഇതും അങ്ങനെ സങ്കീർണതകളൊന്നും ഇല്ലാത്ത ഒരു കൂട്ടം മണ്ടന്മാരുടെ ലോകത്തിരുന്ന് ആലോചിക്കാൻ ആക്ച്വലി ഭയങ്കര എളുപ്പമാണ്, റിഫ്രഷിംഗ് ആണ്. അപ്പൊ നമ്മൾ മണ്ടനായി മാറണം. ആണോ? മണ്ടനായി മാറണം. നമ്മൾ ഓൾറെഡി മണ്ടനാണല്ലോ, നമ്മളെ ഒറിജിനാലിറ്റി പിടിച്ചാൽ മതി. മറ്റേത് നമ്മള് ബുദ്ധിയൊക്കെ ഉപയോഗിക്കട്ടെ, ഇത് ബുദ്ധിയൊന്നും ഉപയോഗിക്കട്ടെ, ഒറിജിനൽ ആയാൽ മതി. എങ്ങനെയാ കോമഡി എഴുതുക? ശരിക്കും പറഞ്ഞാൽ ഞാൻ കോമഡി എഴുതാൻ വന്ന ആളല്ല. അപ്പോൾ ഓം ശാന്തി ഓശാനിക്ക് മുമ്പ് എൻ്റെ കയ്യിൽ നല്ല ക്രൈം ഡ്രാമാസും ത്രില്ലേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു, കോൺസെപ്റ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് നടക്കുന്നതിനിടയിൽ വളരെ യാദൃശികമായി എന്നാൽ പിന്നെ
ഒരു റോം കോം അറ്റംപ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞ്, കാരണം നമ്മളിങ്ങനെ പറയുമ്പം പല സംവിധായകരും പല ടൈപ്പ് ഓഫ് സിനിമകൾ ചെയ്യുന്നതാണ്. അപ്പോൾ ആസ് എ റൈറ്റർ ഒരു ഡയറക്ടർ ടാർഗറ്റ് ചെയ്ത് പോകുമ്പോൾ അയാൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കഥ അല്ലെങ്കിൽ അയാളുടെ ജോണറിലൊരു കഥ കരുതി വെക്കണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഞാനെന്ന് പറയാൻ വേണ്ടി പോകുമ്പം ഞാൻ പലരിടത്തും കഥ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളുമാണ്. ഇപ്പം ഞാൻ വിനീത് ശ്രീനിവാസൻ്റെ അടുത്ത് പറഞ്ഞ കഥയല്ല അൻവർ റഷീദിൻ്റെ അടുത്ത് പറയുക, ആളെ നോക്കിയ കഥ പറയും. കാരണം അവർ ചെയ്യുന്ന സിനിമകൾ അങ്ങനെയാണ്. അങ്ങനെ കഥ പറയുക എന്നുള്ളതാണ് ആക്ച്വലി ഒരു എഴുത്തുകാരൻ ചെയ്യേണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം നിങ്ങൾക്ക് ഒരു ജോണറിൽ മാത്രമേ സിനിമ ചെയ്യാൻ പറ്റുള്ളൂ, ഇപ്പം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ നിങ്ങൾ പല കഥകൾ, 3-4 കഥകൾ ഒരേ സമയം ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അയാൾക്ക് കഥ ഇഷ്ടപ്പെട്ടില്ല, അതൊരു ഡെഡ് എൻഡ് ആയി. അങ്ങനെ ഒരുപാട് കഥകളുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. അതിൽ ഏറ്റവും ഈസി ആയിട്ട് ഞാൻ എഴുതിയ ഒരു കഥയാണ് ഓം ശാന്തി ഓശാൻ. അപ്പോൾ അത് ആണ് ഏറ്റവും പെട്ടെന്ന് സിനിമയാവുന്നത്. അപ്പോൾ അതിലാണ് കുറേ ഹ്യൂമറും, പിന്നെ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ജൂഡിൻ്റെ ഇംപ്രൊവൈസേഷൻ ഹ്യൂമറുകളൊക്കെ വന്നു. അപ്പോൾ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, ഇത് ഹ്യൂമർ എഴുതാൻ എനിക്ക് പറ്റുമോ? ഞാനങ്ങനെ ഇപ്പോൾ കൂട്ടത്തിലിരിക്കുമ്പോൾ നമ്മൾ വെറുതെ ആളാവാൻ വേണ്ടി തമാശകൾ പറയും, കൗണ്ടർ പറയും എന്നല്ലാതെ അങ്ങനെ റിയൽ ലൈഫ് ഹ്യൂമറൊന്നും ഞാൻ എഴുതിയിട്ടില്ല. പക്ഷെ അത് എന്തോ വർക്കായി. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു ചെറിയ നാക്കുണ്ട്. അങ്ങനെയാണ് ഈ ആടിൻ്റെ ഷോർട്ട് ഫിലിമിലേക്കൊക്കെ നമ്മൾ എത്തുന്നത്. നല്ല തമാശകൾക്ക് ചിരിക്കാൻ എനിക്ക് പറ്റും. അപ്പോൾ നല്ല തമാശകൾ പറയുന്ന ആളാണോ? നല്ല തമാശകൾ അത്യാവശ്യം അതെൻ്റെ സുഹൃത്തുക്കളോട് ചോദിക്കണം. പക്ഷെ എന്തായാലും നല്ല തമാശകൾ ഞാൻ എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ നല്ല തമാശകൾ ചിരിക്കുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ എനിക്ക് ചിലപ്പം എഴുതാൻ പറ്റുന്നത്. അതെനിക്കങ്ങനെ പ്രത്യേകിച്ചൊരു ഒരു ഹ്യൂമർ റൈറ്റിങ്ങിൻ്റെ ഒരു നാക്കുള്ള ആളല്ല ഞാൻ. പിന്നെ സിറ്റുവേഷൻ വന്നു കഴിയുമ്പം അതിനകത്ത് കുറേ ഹ്യൂമർ നമുക്ക് ലോജിക്കലി ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ബേസിക്കലി ഞാനൊരു ഫാൻറ്റസി എഴുതാൻ എനിക്കിഷ്ടമാണ്, ത്രില്ലർ എഴുതാൻ എനിക്കിഷ്ടമാണ്, ഡ്രാമകളുടെ ആളാണ്. പക്ഷെ എന്തുകൊണ്ടോ ഹ്യൂമർ എഴുതുന്ന ഒരാൾ കൂടിയായി മാറി. ഇപ്പൊ ഓരോ ഡയറക്ടേഴ്സിനും ഓരോ രീതിയിലുള്ള ഓരോ ജോണർ കഥയാണ് പറയാൻ പറഞ്ഞത്. വിനീത് ശ്രീനിവാസനോട് ഏത് ടൈപ്പ്? അന്ന് ഞാൻ വിനീത് ശ്രീനിവാസനോട് ഒരു പൊളിറ്റിക്കൽ സെറ്റയറും പറഞ്ഞു, പിന്നെ ഓം ശാന്തി ഓശാനും. അൻവർ ഖാനോട് വേറെ ടൈപ്പ് പൊളിറ്റിക്കൽ സെറ്റയർ സൂചിപ്പിച്ചു, പിന്നെ വേറെ ടൈപ്പ് ഡ്രാമകളൊക്കെയാണ് പറഞ്ഞത്. സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ടാവും. ഒരു 3-4 കഥ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. അതിനകത്ത് ഓം ശാന്തി ഓശാന മാത്രമേ സിനിമയുള്ളൂ. പിന്നെ ബാക്കിയെല്ലാം നമ്മൾ വേണ്ടാന്ന് വെച്ചു. പല പല കാരണങ്ങൾ കൊണ്ട് നടക്കാത്ത. അങ്ങനെയാണ് എഴുതിയതിനെക്കാട്ടിലും അടിപൊളിയായ ക്യാരക്ടർ ആടില് ചോദിച്ചാൽ ഏത് പറയും? ഇപ്പം ഷാജി പാപ്പൻ്റെ കഥാപാത്രം ഫോർ എക്സാമ്പിൾ. ഷാജി പാപ്പൻ്റെ കഥാപാത്രം ഇപ്പോൾ ജയേട്ടനെന്ന് ഒരു 45-കാരൻ, അന്ന് ചേട്ടൻ അത്ര പ്രായമായിട്ടില്ല, എന്നിട്ടും പുള്ളി അത് ചെറിയ നരയൊക്കെ ഇട്ട്, പുള്ളി ഹൈ റേഞ്ചുകാരനല്ല, പക്ഷേ പുള്ളി അത് വളരെ ഗംഭീരമായിട്ട് പുള്ളി അത് എക്സിക്യൂട്ട് ചെയ്തു. നമ്മുടെ ഇംപ്രൊവൈസേഷൻസും പുള്ളിൻ്റെ ക്യാരക്ടർ നുവാൻസസും ഒക്കെ പിടിച്ചിട്ടുള്ള പരിപാടി കൊണ്ട് ഷാജി പാപ്പൻ ഐക്കോണിക്കായി മാറുന്നത് എഴുത്തിന് മുകളിലേക്ക് വരുമ്പോഴാണ്. അത് തന്നെയാണ് ഡ്യൂഡിനും സംഭവിച്ചത്. ഡ്യൂഡ് സ്റ്റൈലായിരിക്കും നമുക്കറിയാം, വിനായകൻ ചേട്ടൻ സ്റ്റൈലിഷാണ്. പക്ഷേ അയാൾ ആ സാധനം ഞാൻ എഴുതി വെച്ചതിൻ്റെ മുകളിലേക്ക് പുള്ളിൻ്റെ ആ സ്റ്റൈൽ പരിപാടികളും കൊണ്ടും പുള്ളിൻ്റെ ഹ്യൂമർ ടൈമിങ്ങുകൾ കൊണ്ടും പുള്ളി അത് ഐക്കോണിക്കാക്കി. അപ്പോൾ ഷാജി പാപ്പൻ ഡ്യൂഡ് ഇപ്പം നിങ്ങൾ അതിൻ്റെ ഒരു ആട് 1 നിന്നും ആട് 2 എത്തുമ്പോഴേക്കും ശ്രദ്ധിച്ചു നോക്കുക, എല്ലാവരും അടിപൊളിയാണ്. അതിൽ ഏറ്റവും കുറവ് വന്നുകൊണ്ടിരുന്ന ആള് സാത്താൻ സേവ്യറാണ്. പുള്ളിനെ നമ്മൾ ഇത്തിരി ആട് 1-ലും 2-ലും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. 3-ല് പുള്ളി കുറച്ച് അധികമുണ്ട്. പുള്ളിനെയാണ് നമ്മൾ അണ്ടർ എക്സ്പ്ലോർഡ് ആയിരുന്ന ഒരാളെ നമ്മൾ ശരിക്കും ഇത്തവണ കൂട്ടി എക്സ്പ്ലോർ ചെയ്യും. പർപ്പസ്ഫുള്ളി എക്സ്പ്ലോർ ചെയ്താണ്. അതോ അങ്ങനെ ആയി വരുന്നതാണ്? അങ്ങനെ ആയിപ്പോയി. കാരണം പറയുന്നില്ല, വള്ളിയാവും. അതെ, വള്ളിയെ കുറിച്ച് പറഞ്ഞാൽ വള്ളിയാവും. ഈ ആക്ടേഴ്സിനെ മനസ്സിൽ കണ്ടാണോ എഴുതിയ? ഇല്ലല്ലോ. ഞാൻ അങ്ങനെ ആക്ടേഴ്സിനെ മനസ്സിൽ കണ്ട് എഴുതാറില്ല. അതെന്താ അറിയോ, ആ ആക്ടർ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? പെട്ടുപോകും. അങ്ങനെ എഴുതാറില്ല. ഇനി ആടെഴുതുമ്പോൾ എനിക്കൊരു സൗകര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഉറപ്പായിട്ടും അങ്ങനെയാണ് അവർ വെച്ചത്. അവർ സംസാരിക്കുന്നത് അവരെ അറിയാലോ. അപ്പൊ ആ ഡയലോഗുകൾ പോലും അവരുടെ സ്ലാങ്ങിലാണ് ഇപ്പം എനിക്ക് വരിക. ആദ്യം എഴുതിയപ്പോൾ ഒന്നും മനസ്സിലായിരുന്നു. വിനായകൻ ചേട്ടൻ്റെ ഒരു ക്യാരക്ടറായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. കാരണം ഡ്യൂഡ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇറ്റ് വാസ് സപ്പോസ് ടു ബി എ ഡ്യൂഡ്. നമ്മൾ വെറുതെ ഡ്യൂഡ് എന്ന് കണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഡ്യൂഡ് ആവാൻ പറ്റിയ ആളാരാന്ന് അന്ന് നോക്കിയപ്പോൾ അന്ന് എന്റെ മനസ്സിൽ ഞാൻ പുള്ളിക്ക് വേണ്ടിയിട്ടാണ് ബലം പിടിച്ചത്. അത് പുള്ളി ആദ്യം പറഞ്ഞു. പുള്ളി അന്ന് അധികം സിനിമകളൊന്നും ചെയ്യുന്നില്ല, കംഫർട്ടബിളായിട്ട് പുള്ളിൻ്റെ സ്പേസുകളിലും പുള്ളിക്ക് വേണ്ട സിനിമകളും ചെയ്തു പോകുന്ന സമയത്ത് പുള്ളി ആദ്യം എന്നോട് ചെയ്യാമെന്ന് പറഞ്ഞു, പിന്നെ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ വീണ്ടും ഈ അൻവർക്ക് കേരള സൗഹൃദത്തിൽ ആ പുള്ളിയുടെ വേണ്ടപ്പെട്ട കൂട്ടത്തിലൊക്കെ ഉള്ള ഏതോ ഒരു ചെറുക്കനാണ് എന്നാ ചെയ്തേക്കാന്നും പറഞ്ഞ് അങ്ങനെ വന്നതാണ് പുള്ളി. എന്നാ പിന്നെ ചെയ്യാൻ മച്ചാനെന്ന് പറഞ്ഞ് വന്നതാണ് പുള്ളി. ഇപ്പൊ പുള്ളി ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കുമല്ലോ, ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതെ, കാരണം പുള്ളിയുടെ ഒരു ഐക്കോണിക് ക്യാരക്ടറല്ലേ. ഈ ഡൂഡ് എന്നുള്ള സാധനം എങ്ങനെ കിട്ടിയ പേരും അതിനുള്ള അബ്രിവേഷനും? ഞാൻ ആക്ച്വലി ആട് 1-ൽ ഡ്യൂഡ് എന്ന് എഴുതിയുള്ളൂ. അപ്പോൾ നമ്മുടെ
ഒരു ഡ്യൂഡ് ഇസ് ജസ്റ്റ് എ ഡ്യൂഡ്. അതായിരുന്നു എക്സ്പാൻഷൻ ഒന്നുമില്ല, പേരുമില്ല. ഡ്യൂഡ് എന്ന് വിളിക്കും, ഡൂഡു എന്ന് വിളിക്കും, ഡൂഡു എന്ന് വിളിക്കും, എന്തും വിളിക്കാൻ പുള്ളിനെ. അങ്ങനെ ആട് 2 എത്തുമ്പോഴാണ് ഡ്യൂഡ് എന്ന് പറഞ്ഞാൽ വെറുതെ ഇട്ടിട്ട് കാര്യമല്ലോ, എന്നാൽ പിന്നെ ഡ്യൂഡിന് ഒരു എക്സ്പാൻഷൻ ഉണ്ടാക്കിയേക്കാന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരും ഡ്യൂഡിന്റെ എക്സ്പാൻഷൻ വന്നാൽ എങ്ങനെ ഉണ്ടാവും. അപ്പോൾ എൻ്റെ പ്രത്യേകത എനിക്കൊരു സാധനം വേണമെങ്കിൽ എൻ്റെ മുന്നിൽ കാണുന്ന മേക്കപ്പ് മാനോട് ഞാൻ ചോദിക്കും, ഇങ്ങനെ ഒരു സാധനം വന്നാൽ എന്തായിരിക്കും. അപ്പം ഞാനൊരു ഹ്യൂമർ തപ്പുക എന്ന് പറഞ്ഞാൽ ആളുകൾ പതുക്കെ പല വഴിക്ക് ഒളിക്കാൻ തുടങ്ങും. ഇപ്രാവശ്യം ക്യാമറ ഇടുന്ന അഖിൽ ജോസൊക്കെ എന്തോ ലെൻസിന്റെ കാര്യം അതെങ്കിലും എന്തെങ്കിലും പറയാൻ വേണ്ടി വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഞാൻ ഹ്യൂമർ തപ്പുകയാണെങ്കിൽ ഒന്നും അറിയാത്ത പോലെ അപ്പൊ എന്തിനാ വെറുതെ പടി പഠിക്ക് തീർച്ചിട്ടേ. അപ്പോൾ ഡ്യൂഡിന്റെ എക്സ്പാൻഷൻ തപ്പിക്കൊണ്ടിരിക്കാൻ ഞാൻ ഇങ്ങനെ ചുറ്റും നോക്കി ഡ്യൂഡ്. അപ്പോഴാണ് നമ്മുടെ ഡ്യൂഡിന്റെ കൂട്ടത്തിലുള്ള കുഞ്ഞു ഡ്യൂഡിയുള്ള ഒരാളായ സജേഷ് പറയുന്നത്, ചേട്ടാ എന്നൊരു കാര്യം ചെയ്യാം, ഇങ്ങനെ ഇട്ടാലോ, ദാമോദരൻ ഉണ്ണിമകൻ ഡിൽമൻ ഇടക്കൊച്ചി പോളി അവനിപ്പോഴും ഇതിനകത്തുണ്ട്, അവൻ എക്സ്പെർട്ട്. അപ്പൊ ഞാനിങ്ങനെ ഓരോരുത്തോട് ചോദിക്കുമ്പോൾ എനിക്കിങ്ങനെ ഓരോന്ന് കിട്ടും. അടിപൊളി. അപ്പൊ അത് കിട്ടിയ ഞാൻ ചിരിച്ചു വീണു തന്നെ വിനായൻ ചേട്ടൻ ചിരിച്ചു, ഓടിയനും ചിരിച്ചു. നല്ല എക്സ്പെൻഷൻ ആയിരുന്നു. ഡിൽമൻ ഇടക്കൊച്ചി. അവൻ ആദ്യം ഡിംനൻ എന്നാണ് പറഞ്ഞത്, പുള്ളി അത് ഡിൽമൻ ആക്കി. എനിക്ക് ആരായാലും ഓക്കെയാണ്. ദാമോദരൻ ഉണ്ണിമകൻ ഡി ഇടക്കൊച്ചി കേട്ടാൽ തന്നെ ഓക്കെ. സത്യം. ഞാൻ ഓരോ ക്യാരക്ടേഴ്സിനെ പറയും, അത് എഴുതി അത് ഉണ്ടാക്കിയ അതിന്റെ മേക്കർ, അത് കേൾക്കുമ്പോൾ എന്താ പെട്ടെന്ന് ഇപ്പം എന്താ മനസ്സിൽ വരുന്നത് പറയണം. ഷാജി പാപ്പൻ എന്ന് പറയുമ്പം നമ്മുടെ നാട്ടിലൊക്കെ വടംവലി ടൂർണമെന്റുകൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഈ വടംവലി കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് കാണാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോഴത്തേക്കും പല സ്ഥലങ്ങളിലും ഒരു കാർന്നൂർ 7 പിള്ളേരെയും കൊണ്ടുവന്ന് അങ്ങനെ ഇൻസ്പയർ ആയതാണ്. ഒരു ഇപ്പം നമ്മുടെ അവിടെ കമ്പളക്കാട് 7s ഫുട്ബോളൊക്കെ നടക്കുമ്പോഴത്തേക്കും ഇത് വടംവലിയിൽ മാത്രമല്ല കേട്ടോ, അപ്പം മലപ്പുറം നിന്നൊക്കെ ടീം വരുമല്ലോ. അപ്പം ഞാനൊരു ക്യാരക്ടറിനെ, അദ്ദേഹം ഒന്ന് ജീവിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, എൻ്റെ മനസ്സിൽ ഞാൻ കുഞ്ഞായിരുന്നപ്പം ഒരു ക്യാരക്ടർ വന്നിരിക്കുകയാണ്. അപ്പോൾ പുള്ളി അവിടുത്തെ എന്തോ കപ്പ കച്ചവടക്കാരനോ അങ്ങനെ എന്തോ കച്ചവടക്കാരനാണ്. അപ്പോൾ വയനാടുമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് ഞങ്ങളുടെ നാട്ടിലെ ടൂർണമെന്റിന് പുള്ളി അവിടുത്തെ ടീമിനെ കൊണ്ടേക്കാണ്. അപ്പോൾ അതിൽ കുറച്ച് ആഫ്രിക്കൻസ് ഒക്കെ കളിക്കുന്നുണ്ട്, സെവൻസ്. അപ്പം അന്ന് വൻ ആവേശമൂത്തൊരു കളിയിൽ പുള്ളിന്റെ ടീം സെമി തോറ്റുപോയി. സെമിയിലാണോ ഫൈനലാണോ തോറ്റുപോയി. അപ്പോൾ ഇവരിരുന്നിട്ട് മൂലയ്ക്കിരുന്ന് അന്ന് ആഫ്രിക്കൻസ് ഒക്കെ ഭയങ്കര വിഷമത്തിൽ കരയൊക്കെ ചെയ്യുമ്പോൾ ഇദ്ദേഹം സൈഡിലിരുന്നിട്ട്, ഇദ്ദേഹമാണ് കൊണ്ടുവന്നേക്കണം ഒരു ജീപ്പിൽ, 6-7 ആഫ്രിക്കൻസിനെ 2 ജീപ്പിൽ പുള്ളി വന്നേക്കാണ് മലപ്പുറത്ത് ഏതോ ഭാഗത്തുനിന്ന്. അപ്പം ഇദ്ദേഹം പുള്ളിയുടെ മലയാളത്തിൽ ആഫ്രിക്കാരോട് പറയാണ്, ഇജ്ജ് കരയണ്ട, കളിയാകുമ്പോ അങ്ങനല്ലേ, അത് തോക്കും, കായ് പോയൊന്നും കാര്യമാക്കണം, നമുക്ക് പോവാം, നമ്മൾ സെമിയിലെത്തിയില്ലേ, ജിബാ എന്നൊക്കെ പുള്ളിക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. ഇദ്ദേഹം ഒരു 7 അന്ന് 10-14 പേരുണ്ടല്ലോ, ഈ 10-14 പേരെ കൂട്ടിയിട്ട് സോഡയൊക്കെ മേടിച്ചു കൊടുത്ത് നമുക്ക് ബിരിയാണി ഒക്കെ കഴിച്ച് പുറേ പോകാന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ ആളുകളെ കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു ആളുകളിൽ നിന്നാണ് ഷാജി പാപ്പൻ ഇൻസ്പയർ ആയി. ഒരു കായിക രൂപത്തിനോട് ഇഷ്ടപ്പെട്ടിട്ട് ഒരു കൂട്ടം പിള്ളേരെയും കൊണ്ട് പ്രായം മറന്ന് രക്ഷാധികാരി ബൈജു, അതുപോലത്തെ ഒരാളാണ് ഷാജി പാപ്പൻ. ഷർബത്ത് സമീർ ഞാൻ ഒരുപാട് കുട്ടിക്കാലത്ത് കണ്ടു ചിരിച്ച ഒരു കഥാപാത്രമാണ് മിന്നൽ പ്രതാപൻ. അന്നത് അത്രയും മാച്ചോ മാൻലി ആയ സുരേഷ് ഏട്ടൻ വന്നിട്ട് നമ്മൾ ഒരുപാട് ചിരിപ്പിച്ചു. പുള്ളി വന്ന് വീഴുന്ന തന്നെ ബോട്ടിൽ നിന്ന് കാലെടുത്ത് വെച്ച് വെള്ളത്തിലേക്ക് കണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം ആരും പ്രതീക്ഷിച്ചില്ല. ഞാൻ പിന്നെ ഡെന്നിസ് ജോസഫ് സാറിനോടൊക്കെ സംസാരിച്ചപ്പോൾ പുള്ളി അതിൻ്റെ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ പറഞ്ഞു. അപ്പം അത് പിന്നീട് കേട്ടോ. അപ്പം നമ്മളുടെ മനസ്സിൽ എവിടെയോ സബ് കോൺഷ്യസിൽ എവിടെയോ കിടക്കുന്നുണ്ട് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ, രസികൻ പോലീസുകാരൻ. അപ്പം ഞാനിങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇയാളുടെ ലുക്കെല്ലാം കൊടുത്തിട്ട് സൽമാൻ ഖാനെ അനുകരിക്കുന്ന, ദബാങ്ങിനെ അനുകരിക്കുന്ന ഒരു മണ്ടൻ, ഒരു മിന്നൽ പ്രതാപനെ പോലത്തെ ഒരാൾ. പുള്ളി ഉപദ്രവകാരിയൊന്നുമല്ല, പുള്ളി ഉപകാരിയല്ല, പുള്ളി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെയായിരുന്നു സർബത്തിലേക്ക് വന്നത്. പിന്നെ ഡ്യൂഡിനെ കുറിച്ച് ആലോചിച്ചപ്പം ഇപ്പൊ നമ്മള് ചില ഗൈറിച്ചി പടങ്ങളിലൊക്കെ കാണില്ലേ, സ്റ്റൈലിഷ് മണ്ടന്മാർ, വില്ലൻ, സ്റ്റൈലിഷ് വില്ലൻ, വൻ മണ്ടൻ. ഇപ്പൊ ലോക്ക് സ്റ്റോക്ക് എന്നൊക്കെ പറഞ്ഞ സിനിമകളൊക്കെ നമ്മൾ കാണുമ്പോൾ അതൊരു ഗൈറിച്ചി ക്യാരക്ടറൈസേഷൻ ആണ്. വൻ ജെയ്സൺ സ്റ്റേത്തൊക്കെ നല്ല കലക്കൻ ബ്ലേസറൊക്കെ ഇട്ട് വന്നിട്ട് വൻ മണ്ടത്തിലൊക്കെ പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണ് ഡ്യൂഡിനെ ഉണ്ടാക്കുന്നത്. പിന്നെ അറക്കലബു സ്വാഭാവികമായും കൂട്ടത്തിലെ, അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ യാത്രയിൽ പോയ മറ്റേ പുള്ളിന്റെ പുള്ളിന്റെ സാധനം തന്നെ എടുത്ത പേര് എനിക്കറിയില്ല, പേര് ഓർമ്മയില്ല, അദ്ദേഹത്തിന്റെ തന്നെ ഞാൻ എടുത്തു. അപ്പൊ ഇയാളൊരു വൻ മാസ് പറയുമല്ലോ, മാസ് പറയുമ്പോൾ ഒരു മാസ് രൂപം വേണമല്ലോ, അങ്ങനെ ശരിക്കും ഉണ്ടായതാണ് ശശിയാശാൻ. നമുക്ക് ഓൾറെഡി ഉണ്ടല്ലോ, അപ്പൊ ശശിയാശാൻ എനിക്ക് ഇഷ്ടവുമാണ്. അപ്പൊ പിന്നെ നമ്മൾ ശശിയാശാനെ ഒരു ക്യാരിക്കേച്ചറിഷ് ആയിട്ട് നമ്മൾ അവതരിപ്പിച്ചു. അപ്പൊ അത് ഭൂരിഭാഗം പേരും അതിന്റെ സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുത്തു. ആ തോട്ട് എങ്ങനെയാ വന്നത്? ഹൈറേഞ്ച് അല്ലേ, പുള്ളിനെ ഒഴിവാക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിനിടയിൽ ഒരു രാഷ്ട്രീയക്കാരനും കൂടി ഇരിക്കട്ടെ, ജീവിതത്തിന്റെ പല മേഖലയിലുള്ളവർ. അപ്പൊ വെറുതെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനെ പറഞ്ഞാൽ ആളുകൾക്ക് കണക്ട് ആവില്ല. അപ്പൊ നമ്മള് ശശിയാശാനെ എടുത്തു. അപ്പോൾ അതെല്ലാവർക്കും കണക്റ്റായി. എന്നെ അങ്ങനെ ആരും ഇപ്പോൾ ശശിയാശാനെ ക്യാരിക്കേച്ചറിഷായി കാണിച്ചതുകൊണ്ട് ആരും എന്നെ ഇപ്പം പാർട്ടി പ്രവർത്തകരും ആരും 1-2 മെസ്സേജസ് ആട് 1 ഇറങ്ങിയപ്പോൾ വന്നതല്ലാതെ എന്താ തെറി സ്വാഭാവികമായും
അപ്പം അതിന് ഹ്യൂമർ കിട്ടാത്തതുകൊണ്ടാണ്. ശരിക്കും ഇത്തരം ഹ്യൂമറുകളിലൂടെയാണ് അല്ലെങ്കിൽ ഇത്തരം കാരിക്കേച്ചറിഷ് ക്യാരക്ടേഴ്സ് മാധ്യമങ്ങളും കാർട്ടൂണിസ്റ്റുകളും ഒക്കെ ചെയ്യുന്നതിലൂടെയാണ് ആക്ച്വലി ഒരാളുടെ ഫെയിം കൂടുന്നത്. അപ്പോൾ അതിൽ ആട് 2 ഒക്കെ ആകുമ്പോഴത്തേക്കും പുള്ളി പോപ്പുലറായി. ആട് 3 ആകുമ്പോഴും പുള്ളി പോപ്പുലർ ആവും, അടിപൊളിയായിരിക്കും. ശശിയാശാനാണ്. അപ്പോൾ അത് ഭയങ്കര രസമായിട്ട്. ശശിയാശാന്റെ ശരിക്കുള്ള ആശാൻ എന്തെങ്കിലും എപ്പോഴെങ്കിലും കണ്ടിട്ടില്ല? ഇന്ദ്രസേനൊക്കെ സംസാരിച്ച പുള്ളിക്ക് അത് ഇന്ദ്രസേനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതെ, നമ്മളോട് സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ സംസാരിച്ചില്ല. ഇല്ല. ഓക്കെ. പുള്ളിയുടെ പേജിൽ ആടിന്റെ മറ്റേ ട്രോളുകളൊക്കെ പണ്ട് ആ സമയങ്ങളിലൊക്കെ പുള്ളി ഏതൊക്കെയോ ഇഷ്യൂവിൽ പ്രതികരിച്ച ആടിന്റെ ട്രോളൊക്കെ ഇട്ട് പുള്ളി ചെയ്തായിരുന്നു. ഓക്കെ. എപ്പിക് ഷൂട്ട് ചെയ്യാൻ പണിയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. പണിയാണ് അല്ലേ? അതുകൊണ്ടാണല്ലോ അതിനെ എപ്പിക് എന്ന് വിളിക്കുന്നത്. എപ്പിക് എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? എപ്പിക് എപ്പോഴെങ്കിലും വേണ്ടായിരുന്നു എന്ന് തോന്നിയായിരുന്നു? ഇല്ല, ആഗ്രഹിച്ച് ചെയ്യുന്നതാണ്. കാരണം നമ്മളൊരു ഇപ്പം എൻ്റെ ഇതിന് പിന്നിലുള്ള മോട്ടീവ് പറയാം. ആട് 2 നിങ്ങൾ കണ്ടു, നിങ്ങൾക്ക് കഥാപാത്രങ്ങളുടെ ഇൻസ് ആൻഡ് ഔട്ട്സ് അറിയാം. ഇനി വാട്ട് ഇഫ് ഇവർ അവർക്ക് അപരിചിതമായ ഒരു ടെറൈനിലേക്ക് അവരെ പ്ലേസ് ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ എനിക്കൊരു കൗതുകമുണ്ട്. അല്ലെങ്കിൽ ആട് 1 ഉം 2 ഉം പോലെ തന്നെ ആട് 3 ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ ആവർത്തിക്കുന്ന പോലെ ഉണ്ടാവും. അപ്പം ഒരു വ്യത്യസ്തതയ്ക്ക് ഒരു സാധ്യത നിലനിൽക്കുമ്പം അത് എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം എനിക്ക് ഡിഫറെൻ്റ് ആയിട്ടൊരു ആട് ചെയ്ത് നോക്കണമായിരുന്നു. 2 ആട് നമ്മൾ ഒരുപോലെ ചെയ്തില്ലേ? ഹൈ റേഞ്ചിൽ കിടന്ന് നമ്മൾ കറങ്ങി നമ്മളെല്ലാം കാണിച്ചു. അപ്പം ഇനി 3ാമതൊരാട് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ്, ഒരു വേൾഡ് എന്നൊക്കെ പറഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ എനിക്കൊരു കൗതുകം. ഇപ്പം എപ്പിക് എടുക്കാൻ പണിയായതുകൊണ്ട് പ്രൊഡ്യൂസർ വിജയ് ബാബു നമുക്ക് രാജാക്കന്മാരെ ഒറിജിനൽ രാജാക്കന്മാരായിട്ടൊക്കെ കാണിക്കണോ, സാധാ കോമഡി രാജാവായിട്ട് കാണിച്ചാൽ മതിയില്ലെന്നൊക്കെ ചോദിച്ചു കേട്ടു. ശരിയാണ്, കോമഡി രാജാവല്ലാണ്. എന്നാലും ആ വേഷങ്ങളൊന്നും വേണ്ട. അതെന്താ സംഭവം എന്ന് ചോദിച്ചാൽ, ഇത് ചെയ്തു വന്നപ്പം നമ്മൾ എഴുതി വന്നപ്പോൾ രസമുണ്ട്, എല്ലാവരും ചിരിച്ചു. പിന്നെ ഇതിന് ലുക്ക് ആൻഡ് ഫീൽ കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഓക്കെ. അപ്പം അനീസ് നാടോടിയാണ് നമ്മുടെ ആർട്ട് ഡയറക്ടർ. ഓക്കെ. നാടു ഞാൻ കൺസീവ് ചെയ്തതിനേക്കാൾ വലിപ്പത്തിൽ ഇതിനെ കൺസീവ് ചെയ്തു. കാരണം ഒരു ആർട്ട് ഡയറക്ടറുടെ കയ്യിലാണ് ഒരു സിനിമയുടെ വലിപ്പം ഇരിക്കുന്നത്. അപ്പം ഞാൻ അതിലും കൂടെ ഫസ്റ്റ് സെറ്റ് നമ്മുടെ ഒരു വലിയ പാലത്തിന്റെ സെറ്റ് കാണാൻ വേണ്ടി പോകുമ്പം, പാലക്കാടാണോ? പാലക്കാട്, മലമ്പുഴയിൽ. ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ ഇരട്ടി വലിപ്പമുള്ളൊരു പാലം. അപ്പോഴെനിക്ക് മനസ്സിലായി ഇത് ചെറിയ പരിപാടിക്കല്ല വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ അഖിലിൽ ഇങ്ങനെ നോക്കി. അപ്പോൾ അഖില് സ്വാഭാവികമായും നല്ല ആർട്ട് കിട്ടിയാൽ അപ്പോൾ അഖിലും 2 കൽപ്പിച്ചു, എന്നാൽ പിന്നെ എടുത്തേക്കാം. അപ്പോൾ ഇത് ഫസ്റ്റ് എടുക്കുന്ന തന്നെ പാലത്തിൽ വെച്ചിട്ടുള്ള വിജയ് ബാബുവിൻ്റെ സീനാണ്. ഇത് കണ്ടപ്പം ആസ് ആൻ ആർട്ടിസ്റ്റ് വിജയ് ബാബുവിനും ആവേശമായി. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുപാട് ബഡ്ജറ്റായ സിനിമയാണ്. അപ്പം നമ്മളതിൻ്റെ ഇപ്പോൾ സ്റ്റെഫി സേവിയറിൻ്റെ കോസ്റ്റ്യൂം നാടോടി ഇങ്ങനെ ആർട്ട് ചെയ്യുമ്പോൾ സ്റ്റെഫിക്ക് മോശമാക്കാൻ പറ്റില്ല. അപ്പോൾ സ്റ്റെഫി ഒരു ഡയറക്ടറും കൂടിയാണ്. അപ്പോൾ സ്റ്റെഫിൻ്റെ ജോലി ഗംഭീരമായി ചെയ്തു. അങ്ങനെ ചെയ്തപ്പോൾ പടത്തിന് ഇത്രയും വലിപ്പം വന്നു. പാലത്തിന് എത്ര വലിപ്പമുണ്ട് കണ്ടു നോക്കൂ നിങ്ങൾ. അല്ല, അത് ട്രെയിലറിൽ കണ്ടു. നേരി കാണുമ്പോൾ അതിന്റെ VFX ബ്രേക്ക് ഡൗൺ വരുമ്പോൾ നോക്കിയോ. ഓക്കെ. അതിൽ എത്ര പീസ് ഞങ്ങൾ ഉണ്ടാക്കി, എത്ര പീസ് VFX വന്നു എന്നൊക്കെ നിങ്ങൾക്ക് കാണാം. ഫ്രൈഡേ ഫിലിം ഹൗസിൽ വാളും പരിചയമൊക്കെ ഇരിക്കുന്നുണ്ട്. ഓരോരുത്തർക്ക് ഓരോന്ന് കൊടുത്തുവിടാണെന്ന് പറഞ്ഞു. ഇഷ്ടം പോലെ. പക്ഷെ നമ്മളൊന്നും ഇതിലെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇതൊന്നും നമ്മളൊരു സീരിയസ് പടത്തിന് വേണ്ടി ചെയ്തതല്ല എന്നുള്ളതാണ്. കാരണം ഇതൊരു ഹ്യൂമർ പടത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ സന്നാഹങ്ങൾ മുഴുവൻ ഒരുക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു മലയാളത്തിലെ വൺ ഓഫ് എ കൈൻഡ് അറ്റംപ്റ്റ് ആയിരിക്കും. വന്നിട്ടുണ്ടോ വേറെ ഇങ്ങനെ എപ്പിക് സ്കെയിലിൽ ഹ്യൂമർ? എപ്പിക് സ്കെയിലിൽ ഹ്യൂമർ വന്നിട്ടില്ലല്ലോ. അപ്പൊ അത് നിങ്ങൾക്കൊരു ഫസ്റ്റ് എവർ ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ഹ്യൂമർ ചെയ്തു. ഇതിൽ ഏറ്റവും വലിയ റിസ്ക് എന്താന്ന് വെച്ചാൽ എന്താ പറയാ? ഇതിൽ ഏറ്റവും വലിയ റിസ്ക് പുതിയൊരാടാണ് വരുന്നത്. അത്രേ ഉള്ളൂ. അതാണ് റിസ്ക്. അതാണ് അതിന്റെ പോസിറ്റീവും. റിസ്ക് എന്ന് ചോദിച്ചാൽ എനിക്ക് റിസ്ക് ആയിട്ട് തോന്നുന്ന ഒരു സാധനം അത്രേ ഉള്ളൂ. എപ്പിക്കിൽ ഷൂട്ട് ചെയ്യാൻ ഏറ്റവും പാടുപെട്ട എന്തായിരിക്കും? കുതിരകളെ വെച്ചുള്ള സീക്വൻസുകൾ. കാരണം ഒരുപാട് കുതിരകളൊക്കെ ഫ്രെയിമിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കുന്ന പോലെ ഇവരെ ട്രാൻസ്പോർട്ടേഷൻ തന്നെ പണിയാണ്. ഇപ്പോൾ ഒരു ലൊക്കേഷനിൽ ചെന്നൈയിൽ നിന്നും കോയമ്പത്തൂരിൽ നിന്നും എല്ലാം കുതിരകളെ കൊണ്ടുവന്നിട്ട് ഒരു ലൊക്കേഷനിൽ 25 ദിവസം ഷൂട്ട് ചെയ്യുന്നത് പോലെയല്ല, 10 ലൊക്കേഷനിൽ ഈ കുതിരകളെ ഒരു കുതിരയുടെ 4 വണ്ടിയിൽ വെച്ച് നമ്മളിങ്ങനെ വലിയ വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് അവരെ പുതിയ ടെറൈനിലേക്ക് ഇറക്കണം, അവരവിടെ നിന്ന് സെറ്റ് ആവണം. പിന്നെ നമ്മുടെ ആർട്ടിസ്റ്റുകൾ ഓൾറെഡി ഹോഴ്സ് റൈഡിംഗ് ഒക്കെ പഠിച്ചവരാണ്. അവരുമായിട്ട് പുതിയ ടെറൈനിൽ പുതിയ ലൊക്കേഷനിൽ സെറ്റ് ആവണം. അപ്പോൾ അതൊക്കെ സമയമെടുക്കും. ഇതിനിടയിൽ മഴ വരും. പിന്നെ കുതിരകൾ പല സമയത്തും നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന ഐറ്റമൊന്നും അല്ലല്ലോ. അപ്പോൾ ആ ക്ഷമയോടുകൂടി നമ്മളത് വെയിറ്റ് ചെയ്ത് ചെയ്യേണ്ടി വന്നു. അപ്പം അതായിരുന്നു ഇതിനകത്ത് ഏറ്റവും. ഇപ്പോൾ ചില വാർ ലൈക്ക് സിറ്റുവേഷൻസൊക്കെ നമ്മൾ ചിത്രീകരിക്കുമ്പം നമുക്ക് ഈ കുതിരകൾ വെച്ചിട്ടുള്ള പരിപാടിയായിരുന്നു ബുദ്ധിമുട്ടായി വന്നത്. പക്ഷെ നമ്മുടെ ഹോഴ്സ് മാസ്റ്റേഴ്സ് 2 പേരും അടിപൊളിയായിരുന്നു. ഇപ്പം എപ്പിക്കില് നമുക്ക് ട്രെയിലറിൽ കാണുമ്പം ആ ഉറുമിയുടെ സീനില്ലേ, അതിലാണ് നമുക്ക് വാവ് ഫാക്ടർ കിട്ടുന്നത്. എന്ന് നമുക്ക് തോന്നുന്നത്. സെറ്റ് ഒലിച്ചു പോയി എന്ന് പറഞ്ഞു. അപ്പൊ അവര് ഡയറക്ടർ സെറ്റ് ഒലിച്ചു എന്ന് ഇത് മലമ്പുഴയിലായതുകൊണ്ടാണോ?
ആ സമയത്ത് ഭയങ്കര മഴ എല്ലായിടത്തും പെയ്തു. അപ്പം ഞങ്ങൾ 2-3 സെറ്റുകൾ ഇട്ടിട്ട് അതിൽ 2 സെറ്റൊക്കെ പൂർണ്ണമായും നശിച്ചുപോയി. അപ്പം പാലമാണോ? പാലമല്ല, പാലം ഞങ്ങൾ ഒരുവിധം ആദ്യം തന്നെ പാലത്തിന്റെ ഒരു പീസ് സേഫ് ആക്കി എടുത്തു. ഞങ്ങൾ വലിയൊരു ഒരു പടത്താവളം ട്രെയിലറിൽ കാണുന്നുണ്ട്, ഒരു പടത്താവളം. ഡാമിന്റെ കാച്ച്മെന്റ് ഏരിയ ആണോ? ഇത് വേറെ സ്ഥലത്തായിരുന്നു. മലം ഡാമിന്റെ കാച്ച്മെന്റ് ഏരിയയിൽ ഇട്ട സെറ്റ് ഞങ്ങൾ ഒരുവിധം ആദ്യത്തെ 3-4 ദിവസം രക്ഷിച്ചെടുത്തു. പിന്നെ അതിന്റെ ബാക്കി സെഗ്മെന്റ് വേറെ സ്ഥലത്തായിട്ടത്. പക്ഷെ വേറെ അവിടുന്ന് തന്നെ കുറച്ച് മാറിയിട്ട് പാലക്കാട് ഭാഗത്ത് തന്നെ ഇട്ട കുറെ സെറ്റുകൾ മഴ പെയ്യാത്ത സ്ഥലങ്ങളിൽ പോലും മഴ പെയ്ത് നമുക്കൊരു 2-3 കോടി രൂപയുടെ സെറ്റുകൾ ഒലിച്ചുപോയി. ഞങ്ങൾ 10 മാസം കൊണ്ടാണ് ഇതിന്റെ ഷൂട്ട് തീർക്കുന്നത്. ഈ 130 ദിവസം 10 മാസം കൊണ്ടാണ് തീർന്നത്. അതിൽ കുറേ മഴ കാരണം വന്ന ഷെഡ്യൂളുകളാണ്. അപ്പോൾ ബാക്കി ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യന്മാരും ഒന്നും മറ്റൊരു ജോലിക്കും പോകാതെ പറഞ്ഞതിന്റെ ഇരട്ടി സമയം ഈ പടത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്തു. 10 മാസം വേണമായിരുന്നോ അതോ ഈ മഴ കാരണം നമുക്ക് സംഭവിച്ചു പോയതാണ്. ഇപ്പം 130 ഡേയ്സ് ഷൂട്ട് സ്ട്രൈറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 4-5 മാസം കൊണ്ട് തീരും. ഇടയ്ക്ക് ഒരു 10 ദിവസം ബ്രേക്ക് എടുത്താൽ പോലും. പക്ഷെ അതിനുള്ള സാഹചര്യം കിട്ടിയില്ല. മഴ നോൺ സ്റ്റോപ്പ് മഴയായിരുന്നു. പിന്നെ മഴക്കാലത്ത് ഇത്രയും വലിയൊരു സിനിമ നമ്മൾ തീർത്തു. അതൊരു ചലഞ്ച് തന്നെയായിരുന്നു. സെറ്റ് വിളിച്ചു പോകുമ്പം സംഘർഷമാണ്. നമ്മളിങ്ങനെ നോക്കിയിരിക്കും പെരുമഴ. പിന്നെ ഇപ്പം അത് ശീലമായി. ആട് ഞങ്ങൾ എവിടെ ക്യാമറ വെച്ചോ, ആട് 1, 2, 3 എവിടെ ക്യാമറ വെച്ചോ അപ്പോഴൊക്കെ വെച്ചെടുത്ത് എല്ലാം മഴ പെയ്തിട്ടുണ്ട് എല്ലാ സമയത്തും. ഇതൊന്നുമല്ലാതെ ഷൂട്ട് ചെയ്യാൻ ആട് 2ന്റെ മറ്റേ ട്രെയിൻ സീക്വൻസ് എടുക്കാൻ തമിഴ്നാട്ടിൽ ഗോമംഗലം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയിട്ട് അവിടെ മഴയേ ഇല്ലാത്ത ഏരിയയാണ്. വർഷങ്ങളായി മഴ പെയ്ത ഏരിയയാണ്. ഞങ്ങളുടെ ട്രെയിൻ വന്ന് നിന്ന് ഷൂട്ട് തുടങ്ങിയപ്പോൾ അവിടെ പൊരിഞ്ഞ മഴ. ഞങ്ങളവിടെ മറ്റേ ഞങ്ങൾ കളിയാക്കി പറയുന്ന പ്രൊഡക്ഷൻ കൺട്രോളർ ശിവചേട്ടന്റെ ഫോട്ടോ അവിടുത്തെ ഗ്രാമവാസികൾ വെച്ചിട്ട് വരുണദേവനാന്നും പറഞ്ഞപ്പോ അതാണ് ആടും മഴയും തമ്മിലുള്ള ബന്ധം. എപ്പിക് കാലഘട്ടത്തിലെ കോമഡി പറയാൻ അതിന്റെ ഭാഷയൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്. ഭാഷ എങ്ങനെ സെറ്റാക്കി? ഭാഷ നമ്മളൊരു പഴയ മലയാളം ന്യൂട്രൽ ആയിട്ട് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? നിങ്ങൾ ട്രെയിലറിൽ കണ്ടില്ലേ? നമ്മൾ ഇപ്പോഴത്തെ പോലെ ഇംഗ്ലീഷും ഒന്നും ഒരു വാക്കുപോലും ഉപയോഗിക്കാൻ പാടില്ല. അത്യാവശ്യമുള്ള ഇംഗ്ലീഷ് പറയുന്ന ക്യാരക്ടേഴ്സ് അല്ലാതെ ബാക്കി ആർക്കും. അപ്പൊ അങ്ങനെ ഭാഷാപരമായ ചില സാധനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വന്നു. ഇവിടുത്തെ ലോക്കൽ സ്ലാങ്ങിൽ അന്ന് അടിക്കാൻ പറ്റില്ല. അപ്പൊ ഒരുപാട് കൗണ്ടറുകൾ നമുക്ക് മിസ്സാവും ഭാഷാപരമായ സാധനം വെച്ച്. അപ്പൊ നമ്മളത് ആലോചിച്ച് വളരെ ബുദ്ധിപരമായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കണ്ടു നോക്ക്. ഓക്കെ, ഒരു സ്ട്രോങ് ഫീമെയിൽ ക്യാരക്ടർ ആടിൽ വേണം എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്. ഇത്തവണ വരുന്നുണ്ട്. ആണോ? ഒരു ഫോറിനറാണ് ഹോളിവുഡ് ആക്ടർ. നമ്മുടെ നമ്മുടെ ആന്റഗണിസ്റ്റ് പാപ്പനാണല്ലോ. നമ്മുടെ ആന്റഗണിസ്റ്റ് വരികയാണ്. ഒരു വില്ലൻ, അലേയ ബോൺ എന്നാണ് പുള്ളിക്കാരിയുടെ പേര്. പുള്ളിക്കാരി ഹോളിവുഡിൽ വേഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മെയിൻലി ഒരു സ്റ്റണ്ട് ആർട്ടിസ്റ്റാണ്. അപ്പോൾ പുള്ളിക്കാരി ഇപ്രാവശ്യം നമ്മളൊരു പവർഫുൾ ക്യാരക്ടറായിട്ട് തുടങ്ങി വെക്കുകയാണ് ആട് ഫ്രാഞ്ചൈസിലായത്തെ. ഓക്കെ, പാർട്ട് 3 ഒരു പാർട്ട് 2 ഇടാൻ തോന്നിയത് എങ്ങനെയാ? ഇതിന്റെ കണ്ടിന്യൂഷൻ ആയത് ഒരു സിനിമയിൽ അത് തീരില്ല. അങ്ങനെ രണ്ടാക്കിയതാണ്. ഡ്യൂറേഷൻ വൈസ് ഒരു സിനിമയിൽ ഒരു കാരണവശാലും തീരില്ല. അപ്പൊ റൈറ്റിംഗിൽ തന്നെ ഞാൻ പറഞ്ഞു ഇതൊരു പാർട്ടിൽ തീരില്ല. കാരണം എൻ്റെ വേൾഡ് ബിൽഡിങ്ങിന് കുറച്ച് സമയം എടുക്കും. കാരണം നമ്മൾ ടൈം ലൈനുകൾ, നിങ്ങൾ അത്തരം സിനിമകളുടെ ആസ്വാദകനാണെങ്കിൽ നമ്മൾ ടൈം ലൈനുകൾ സെറ്റ് ചെയ്യുമ്പം നമ്മളൊരു 2 ലോകങ്ങൾ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കണം. ആ വേൾഡ് ബിൽഡിങ്ങിന് നമ്മൾ അതിൻ്റെതായ ഒരു സമയം കൊടുത്തേ മതിയാവും. അത് കഴിഞ്ഞ് നമ്മളൊരു കാര്യം പറഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മൾ 2-3 മണി, ഇപ്പൊ തന്നെ ആടെ ഏകദേശം 2 മണിക്കൂർ 48 മിനിറ്റോളം ഉണ്ട് ഈ പാർട്ട് മാത്രം, ആട് 3. അപ്പൊ ഞാൻ സ്ക്രിപ്റ്റ് വളരെ കൃത്യമായി ഡിവൈഡ് ചെയ്തു. ഇതുവരെ നമ്മൾ പറയുന്നു, ഈ പോയിന്റ് വരെ നമ്മൾ പറയുന്നു. ഇതിനുശേഷം ആടിന്റെ വൈൻഡിങ് അപ്പ്, എപ്പിക് കൺക്ലൂഷൻ എല്ലാം ഇതിന്റെ അടുത്ത ഭാഗത്ത് പ്രേക്ഷകർ ഇതിനൊരു ഗ്രീൻ സിഗ്നൽ തന്നാൽ ഉണ്ടാവുന്നതാണ്. അപ്പം ഞാൻ വിജയബാബു മാട്ടംസിലാണ് ഈ പടം ചെയ്യാൻ തയ്യാറായതാണ്. അപ്പോൾ വേണിച്ചേട്ടൻ സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴും ഇതിൻ്റെ വലിപ്പം കാരണം വിജയബാബു വേണു കുന്നപ്പള്ളിയെ കൂടി കൊണ്ടുവന്നു. അപ്പോൾ വേണിച്ചേട്ടൻ സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴും ഈ ഫസ്റ്റ് പാർട്ടിൻ്റെ സ്ക്രിപ്റ്റാണ് വായിച്ചത്. നമ്മൾ ആദ്യമേ തന്നെ പ്ലാൻ അതായിരുന്നു. നമ്മൾ പ്ലാൻ ചെയ്തതിൽ നിന്നും ഒരു സീൻ പോലും മാറ്റി ഷൂട്ട് ചെയ്യുകയോ സെറ്റിലിരുന്ന് തിരുത്തി എഴുതുകയോ അങ്ങനത്തെ ഒരു പരിപാടികളും ഉണ്ടായിട്ടില്ല. എന്താണോ നമ്മൾ കൊണ്ടുപോയത് അത് തന്നെ നമ്മൾ ഹാർഡ് ഡിസ്കിലാക്കി ഷൂട്ട് ചെയ്ത് തിരിച്ചു കൊണ്ടുപോകും. അപ്പോൾ പാർട്ട് 3യുടെ കൺക്ലൂഷനാണ് പാർട്ട് 2 ഉണ്ടാവുക, അല്ലാതെ ആടിന്റെ കൺക്ലൂഷൻ അല്ല. ആടിൻ്റെയും ആണോ? പാർട്ട് 3 സെക്കൻഡ് പാർട്ടോടുകൂടി ആട് നിർത്തുകയാണ്. ആട് ഫ്രാഞ്ചൈസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ശരിക്കും? യെസ്. അയ്യോ, വൈ? ഇനി അത് ആരെങ്കിലുമൊക്കെ റീവാമ്പ് ചെയ്യട്ടെ. അങ്ങനെയാണോ? അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെയും ചെയ്യാലോ. ഈ ക്യാരക്ടേഴ്സൊക്കെ അവിടെ തന്നെ ഉണ്ടല്ലോ. ആളുകൾക്ക് സ്പിൻ ഓഫ് എടുക്കാം. അപ്പം അങ്ങനെ ഏതെങ്കിലുമൊക്കെ വന്നാൽ അവസരമുണ്ടെങ്കിൽ കൊടുക്കുമോ? അതിൽ പിന്നെ ഓഫ് കോഴ്സ് അത് ഫ്രൈഡേയുടെ തീരുമാനമല്ലേ, അത് കൊടുക്കണമല്ലോ. അങ്ങനെയല്ലേ ഇപ്പം ഒരു ജനറേഷൻ ഒരു ക്യാരക്ടറിനെ എടുത്ത് ചെയ്യുന്നു. അത് കഴിയുമ്പോൾ പുറകെ വരുന്ന അടുത്ത ഫിലിം മേക്കേഴ്സിൻ്റെ ജനറേഷൻ അവർക്ക് ഇതിൽ താല്പര്യമുണ്ടെങ്കിൽ അവരതെടുത്ത് റീവാമ്പ് ചെയ്യുന്നു, അവർ റീഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടല്ലോ സിനിമകളിൽ. അങ്ങനെ സംഭവിക്കാം. ബ്ലേഡ് റണ്ണർ നമ്മൾ അന്ന് കണ്ട ടേക്കല്ല ഇപ്പോൾ പുതിയ വന്ന ബ്ലേഡ് റണ്ണർ 2024. അപ്പോൾ അതിങ്ങനെ ഒരു
സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സിനെ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഫിലിം മേക്കേഴ്സ് അടുത്ത ജനറേഷനിൽ പുറകെ വരുന്നുണ്ടെങ്കിൽ അവർക്ക് റീവാമ്പ് ചെയ്യാം. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി, അങ്ങനെ അത് ചെയ്യാവൂ. നമ്മൾ തന്നെ മരിക്കോളം ആഡ് ചെയ്യുക എന്നുള്ളതാണ്. മിഥുൻ മാനുവൽ ആട് നിർത്തുകയാണ് ഇതോടുകൂടി, അതന്നെ പാർട്ടോടുകൂടി. അത് അവസരം കിട്ടിയാൽ, അല്ലെങ്കിൽ ഇതോടുകൂടി ആണോ അങ്ങനെ തീരുമാനിക്കാനുള്ള പ്രചോദനം എന്താ? അല്ലെങ്കിൽ സിനിമയൊക്കെ പോരെ, 4 സിനിമയൊക്കെ പോരെ. ഓക്കെ, ആ ക്യാരക്ടറിന് നമ്മൾ ഹൈ അടിപ്പിച്ച് ഒരു ഗ്ലോറിയസ് എക്സിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പ്രേക്ഷക മനസ്സിൽ ഉണ്ടാവും. 4 നിർത്താന്നാണ് പ്ലാൻ. 4 നിർത്താൻ ആർക്കെങ്കിലും ഒക്കെ ചെയ്യാം. ഓക്കെ, അത് നിർമ്മാതാവിന്റെ ഡിസ്ക്രിപ്ഷനാണ്, പിന്നാലെ വരുന്ന ആളുകളുടെ ഡിസ്ക്രിപ്ഷനാണ്. അപ്പൊ അതെന്തോ ഞാൻ എന്താണെങ്കിലും വിജയബാബു സമ്മതിച്ചോ 4 നമുക്ക് നിർത്താം? അതെ, പുള്ളി ഓക്കെ. അടുത്ത പാർട്ട് അങ്ങനെയായിരിക്കും. നമ്മൾ ഇപ്പൊ അങ്ങനെയാണ് അതിന്റെ സ്ക്രിപ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ജയസൂര്യ ഇവരൊക്കെ സമ്മതിച്ചോ? ജയേട്ടൻ സമ്മതിച്ചോ? അല്ല, ഞാൻ മാറുന്നു തന്നെ ഉള്ളൂ. ഓക്കെ, അവരെന്താ പറഞ്ഞത്? കണ്ടിന്യൂ അവരിത് ഇങ്ങനെ ഞാൻ തമാശ പറയാനായിരിക്കും. ആണോ? തമാശ ആണോ? അല്ല, അതല്ല ഇന്റർവ്യൂ പറയണേ. ഉറപ്പിച്ചു. പാർട്ട് 2 അല്ല, പാർട്ട് 3യുടെ പാർട്ട് 2 ആടിനെ കൺക്ലൂഷൻ ആക്കുകയാണ് മിഥുൻ മാനുവൽ. എന്റെ ഇതിനകത്തൊരു എപ്പിക് കൺക്ലൂഷൻ കൊടുത്ത് എല്ലാ ക്യാരക്ടേഴ്സിനും നല്ല ബ്യൂട്ടിഫുൾ ഫെയർവെല്ലാം കൊടുത്ത് നമ്മളൊരു ബിലൗഡ് ഫ്രാഞ്ചൈസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യും. കേൾക്കുമ്പോൾ വിഷമമുണ്ട്, പറയുമ്പോൾ വിഷമമുണ്ട്. ഓഫ് കോഴ്സ് അല്ലേ? പിന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്ന നമ്മളെ മലയാളികൾക്കിടയിലേക്ക് എത്തിച്ച ഒരു സിനിമ നമ്മൾ നിർത്തുന്നു എന്ന് പറയുമ്പം, അല്ലെങ്കിൽ ഒരു ഫ്രാഞ്ചൈസ് നമ്മൾ നിർത്തുന്നു എന്ന് പറയുമ്പം വിഷമം ഉണ്ടാവും. പക്ഷെ അത് വിഷമത്തെക്കാൾ ഉപരി നല്ല രീതിയിൽ നിർത്തുക എന്നതിലാണ് എൻ്റെ ഹൈ. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സീരീസ് ലാസ്റ്റ് എപ്പിസോഡ് എത്തുമ്പോൾ നമുക്ക് വിഷമം വരും. സോ ആസ് ആൻ ഓഡിയൻ എനിക്ക് വിഷമം വരും, ആസ് എ ക്രിയേറ്റർ എനിക്ക് വിഷമം വരും. ബട്ട് ദാറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ദ ഗെയിം. യെസ്. ഇത് സ്ക്രിപ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ആക്ടേഴ്സ് വായിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ വായിക്കുമ്പോൾ ചിരി പൊട്ടാറുണ്ടോ? ചിരി പൊട്ടും. അപ്പോൾ നമ്മളിപ്പോൾ ഗ്രൂപ്പ് റീഡിംഗ് നടത്തും. 10-30 പേരുടെ ഫ്രണ്ടിലാണ് ഞാൻ ആടുന്നതിൻ്റെ സ്ക്രിപ്റ്റ് വായിക്കുക. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ചിരി വരുന്ന സീക്വൻസുകൾക്കൊക്കെ മോസ്റ്റ്ലി ആളുകൾ ചിരിക്കാറുണ്ട്. ബാക്കി നമ്മൾ എടുത്തു വെക്കുന്നതിൻ്റെയാണ്. അപ്പോൾ അതാണ് നമ്മൾ ചില സമയത്ത് പറയില്ലേ, വായിച്ചപ്പോൾ നല്ല രസമുണ്ടായിരുന്നു, സ്ക്രീനിൽ വന്നപ്പോൾ ഉണ്ടായില്ല. അങ്ങനെയും ചിലപ്പോൾ സംഭവിക്കാം. ചിലപ്പോൾ ഓപ്പോസിറ്റ് സംഭവിക്കാം. വായിച്ചപ്പോൾ ഒരു രസം ഉണ്ടായിരുന്നില്ല, സ്ക്രീനിൽ വന്നപ്പം നല്ല രസമുണ്ട്. ഈ ഗ്രൂപ്പ് റീഡിംഗിൽ ആരാ ഉണ്ടാവുക? ഗ്രൂപ്പ് ആരാ? ഫുൾ ആർട്ടിസ്റ്റ് ടെക്നീഷ്യൻ ആണോ? എല്ലാവർക്കും വായിച്ചു കൊടുക്കും? എല്ലാവർക്കും വായിക്കും. അത് എനിക്ക് തോന്നുന്നു സാധാരണ അങ്ങനെ ഉണ്ടാവാറില്ലല്ലോ. 5-ാം പാതിര മുതൽ ഞാൻ തുടങ്ങിയ ഒരു ശീലമാണ്. എൻ്റെ ടെക്നീഷ്യന്മാർക്കും ആർട്ടിസ്റ്റുകളെ എല്ലാവരും ഇരുത്തിയിട്ട് 1-2 റീഡിംഗ് സെഷൻ ഞാൻ പിടിക്കാറുണ്ട്. അവരുടെ പോർഷൻ വായിക്കും. അല്ല, ഞാൻ ലൗഡായിട്ട് വായിക്കും. ഇനി അടുത്തതിലോട്ട് അവരുടെ പോർഷൻ വായിക്കുന്നതിലേക്ക് ആക്കണം. അത് അങ്ങനെ വായിക്കണമെങ്കിൽ അത് പക്ഷേ വേറൊരു തരം, അത് റീഡിംഗ് സെഷൻ ലൈക്ക് ആർട്ടിസ്റ്റ് റീഡിംഗ് സെഷൻ ആണല്ലോ. ഇത് നമ്മൾ എല്ലാവർക്കും സെപ്പറേറ്റ് സ്ക്രിപ്റ്റ് കൊടുക്കുന്നതിന് പകരം വരൂ സ്ക്രിപ്റ്റ് വായിക്കാം, ഒരൊറ്റ വായന, പിന്നെ PDF അയച്ചു കൊടുക്കും. അത് ആക്ച്വലി നല്ലതാണ്. കാരണം ഒരു 10-30 പേരുടെ ഫ്രണ്ടിൽ നമ്മൾ വായിക്കുമ്പം കോൺഫിഡൻസ് കിട്ടും, നമുക്ക് ലൈവ് റിയാക്ഷൻ കിട്ടും. അപ്പോൾ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഇപ്പോൾ ഗരുഡൻ്റെ സ്ക്രിപ്റ്റ് ആണെങ്കിലും ഞാനൊരു കൂട്ടം ആളുകളുടെ മുൻപിലിരുന്ന്, അതൊക്കെ എൻ്റെ നിർബന്ധങ്ങളാണ്. വായിക്കും, ഞാൻ എനിക്ക് പറ്റുന്നത്രയും ആളുകൾക്ക് അയച്ചു കൊടുക്കും. നമ്മുടെ സുഹൃത്തുക്കളായ സിനിമാക്കാർക്ക് ഒരു അഭിപ്രായം പറയടാ എന്ന് പറയും. ഒരു ഇമാജിനറി ചോദ്യമാണ്. ആട് ഫ്രാഞ്ചൈസിലേക്ക് ഒരു പുതിയൊരു ആക്ടറെ ഒരു കോമഡി പരിപാടിയിലേക്ക് കൊണ്ടുവരാണെങ്കിൽ ആരെ കൊണ്ടുവരണം എന്നാണ് ആഗ്രഹം? ബേസിൽ ജോസഫ്, ദുൽഖർ, അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് തോന്നിയേക്കാം ഇവരൊക്കെ വന്നിരുന്നെങ്കിൽ. അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എനിക്ക് പൃഥ്വിരാജിനെ കൊണ്ടുവന്നിട്ട് പറയുമ്പോ തന്നെ ചിരിക്കണ്ടല്ലോ. അല്ല, രാജു ഒരു സ്ലാപ്സ്റ്റിക് ഹ്യൂമർ ചെയ്താൽ രാജു ഇപ്പോൾ ഹ്യൂമർ ചെയ്യും. രാജു ഹ്യൂമർ ടൈമിക്ക് നല്ലതായി ഇപ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു സാധനം എനിക്ക് ഒരാഗ്രഹമുണ്ട്. ആടിലേക്ക് കൊണ്ടുവരുന്ന ആഗ്രഹമുണ്ടോ? അല്ല, ആടിലെ കാര്യം തന്നെ ഒരു സ്ലാപ്സ്റ്റിക് നടക്കാൻ സാധ്യതയില്ല. ഞാൻ വെറുതെ ഒരു കൗതുകരമായ ഒരു ആലോചന പങ്കുവെച്ചതാണ്. കാരണം ഓൾറെഡി ഇവിടെ 7 ഉണ്ട്. വിത്ത് ഇൻട്രോ മ്യൂസിക് 7. അതിന്റെ കൂടെ ഭൂതകാലത്തിലും വിത്ത് ഇൻട്രോ മ്യൂസിക് 7 വരികയാണ്. 14 പേര് ഓൾറെഡി നിറഞ്ഞു നിൽക്കണം. നമുക്ക് വിൻഡോ ഇല്ല, സ്പേസ് ഇല്ല. അപ്പം ആട് പാർട്ട് 2 പാർട്ട് 3യുടെ പാർട്ട് 2 അവസാനിക്കുകയാണെന്ന് കേട്ടതിൽ ചെറിയ വിഷമമുണ്ട്. പക്ഷേ അത് വിവാദമില്ല, എന്നാലും ആട് ഫ്രാഞ്ചൈസി പരാജയപ്പെട്ട പാർട്ട് 1 നിന്നാണ് കയറി വന്നതെന്നുള്ളതാണ് എപ്പോഴും എല്ലാവരും എടുത്ത് പറയുന്നത്. സിനിമയിലെ സഞ്ജു സാംസൺ ആണ് ആട് എന്ന് പറഞ്ഞാൽ. അതെ, സിനിമയിലെ ഒരു പരാജയത്തിൽ നിന്നും കയറി വന്ന. ഇപ്പൊ ആടിനെ കുറിച്ചുള്ള ഇൻട്രസ്റ്റിംഗ് ചർച്ചകൾ ഇങ്ങനെ വരും. ആടിന്റെ ട്രെയിലർ ഇപ്പൊ ഇങ്ങനെ വന്നപ്പോൾ മറ്റേ ആട് പോലെയല്ല ഈ ആട് ഇനി എന്താകുമെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ചിലർ എഴുതുമല്ലോ. അപ്പൊ അതിന്റെ താഴെ വരുന്ന ചില ഇൻട്രസ്റ്റിംഗ് കമന്റുകളാണ്, ഡേയ് പൊട്ടിപ്പോയൊരു പടത്തിന്റെ 3ാം ഭാഗമാണ് റിലീസ്, നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഓൾറെഡി പൊട്ടിപ്പോയ പടം 3ാം ഭാഗമാണ് വരികയാണ്. അത് തന്നെ വലിയ വിജയമാണ്. അപ്പൊ ആ പ്രേക്ഷകർ തന്ന അവസരം ഞാൻ പരമാവധി
മുതലെടുക്കും. ഓക്കെ. അതെന്താന്ന് വെച്ചാൽ ഒരു സെക്കൻഡ് ചാൻസ് ഒക്കെ സിനിമയിൽ കിട്ടുക എന്ന് പറയുന്നത്, അതും ഒരു സിനിമയ്ക്ക് ഒരു സെക്കൻഡ് ചാൻസ് കിട്ടുക എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ മാക്സിമം ഉത്തരവാദിത്വത്തോടു കൂടിയും ഗൗരവത്തോടു കൂടിയും എന്ത് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക. സൂപ്പർ. അപ്പോൾ ആട് 3 വരാൻ പോകുന്ന അതിന്റെ പാട്ടും ഒരു കൾട്ട് ഹിറ്റായി മാറട്ടെ, ഫ്രാഞ്ചൈസി സൂപ്പർ ഹിറ്റ് ആവട്ടെ. താങ്ക് യു.